നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാഗാരാധനാ കേന്ദ്രങ്ങളിൽ പ്രമുഖമായ മണ്ണാർശാലയിലെ വിവിധ നാഗവിഗ്രഹ സങ്കല്പങ്ങളും പൂജാവിധികളും വഴിപാടുകളും ഉത്സവവിശേഷങ്ങളുമെല്ലാം ക്ഷേത്രം ട്രസ്റ്റ് അംഗവും താന്ത്രിക ആചാര്യനുമായ ബ്രഹ്മശ്രീ നാഗദ സുബ്രഹ്മണ്യൻ നമ്പൂതിരി വിവരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. മണ്ണാർശാലയിലെ നാഗരാജാവ് നാഗയക്ഷി സങ്കല്പത്തെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. നാഗങ്ങളുടെ ഉൽപ്പത്തി തന്നെ കശ്യപൻ്റെയും കദ്രുവിൻ്റെയും മക്കളായിട്ട് 1000 നാഗങ്ങൾ ആണ് ഉണ്ടായത്. അതിൽ ആദ്യത്തെ ആൾ അനന്തനാണ്, രണ്ടാമത് വാസുകിയാണ്. അപ്പോൾ അനന്തൻ എന്ന് പറയുമ്പോൾ അത് വൈഷ്ണവ ആയിട്ടും വാസുകി എന്ന് പറയുന്നത് ശൈവമായിട്ടുമാണ്. മണ്ണാർശാലയിൽ ശൈവ സമ്പ്രദായത്തിലാണ് നാഗരാജാവായ വാസുകിയാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വൈഷ്ണവ സങ്കല്പത്തിലുള്ള അനന്തൻ മണ്ണാർശാലയിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. അതായത് ശൈവവും വൈഷ്ണവും, അതായത് അദ്വൈതം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം തന്നെയാണ് മണ്ണാർശാലയിൽ ഉള്ളത്. കാരണം നാഗരാജാവ് എന്ന് പറയുമ്പോൾ അനന്തനാണ് ആദിയിൽ ഉണ്ടായ ആൾ. അപ്പോൾ ആദി ശേഷനാണ്, അതായത് ആദിയും അന്തവും ഇല്ലാത്ത ആളാണ് അനന്തൻ. അപ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു. ഈവൻ നമ്മുടെ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ അനന്തതയാണ് അനന്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അനന്തതയിൽ ആണ് പരബ്രഹ്മമായിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണുവിൻ്റെ ശയ്യ. അപ്പോൾ വിഷ്ണു ശയിക്കുന്നത് അനന്ത. അപ്പോൾ അനന്തതയിലാണ് എല്ലാം നിലകൊള്ളുന്നതെന്ന് പറയുന്ന ആ ഒരു സങ്കല്പം നമുക്ക്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ അനന്തതയിലാണ്. അപ്പോൾ ആ അനന്തതയാണ് അനന്തൻ എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ അനന്തൻ നാഗരാജാവാണ്. നാഗരൂപമാണ് അനന്തനുള്ളത്. കാരണം കദ്രുവിൻ്റെ പുത്രനായിട്ട് ജനിച്ച ആദ്യത്തെ കശ്യപൻ്റെയും കദ്രുവിൻ്റെയും മകനായി ജനിച്ച ആളാണ് അനന്തന്. അപ്പോൾ അനന്തൻ്റെ സങ്കല്പമാണ് നാഗരാജാവ്. അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈഷ്ണവ സങ്കല്പത്തിലാണ് അനന്തനെ കാണുന്നതെങ്കിലും സർപ്പരാജാവ് അല്ലെങ്കിൽ നാഗങ്ങളുടെ രാജാവ് എന്നുള്ള നിലയിൽ, മറ്റേത് ആ ഒരു സങ്കല്പം വിരാട് രൂപമാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ ഒരു സങ്കല്പമാണ് അനന്തൻ. അതിൻ്റെ അതായത് രാജ അധികാരം എന്നുള്ള നിലയിൽ, അതായത് അനന്തൻ നാഗരാജാവിനും തുല്യമായിട്ട് തന്നെ വാസുകിക്കും അല്ലെങ്കിൽ വാസുകിയേക്കാൾ ആദ്യത്തെ പ്രഥമ സ്ഥാനം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് പറയാം. കാരണം തുടക്കത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു രീതിയിൽ അനന്തനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ നാഗങ്ങളുടെ രാജാവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഒരു രാജാധികാരം ഉണ്ടായിരിക്കുന്നത് വാസുകിക്കാണെന്നുമാണ്. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ അനന്തൻ എന്ന് പറയുമ്പോൾ നാഗങ്ങളുടെ രാജാവാണ്. നാഗരാജാവായ അനന്തൻ സങ്കല്പത്തിൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയുടെ മകനായിട്ട് ജനിച്ചത് അനന്തൻ തന്നെയാണ്. കാരണം ആ ഒരു ഐതിഹ്യമുണ്ട്. അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ഐതിഹ്യമാണത്. അപ്പോൾ ആ ഐതിഹ്യത്തിൻ്റെ ഭാഗമായിട്ട് അനന്തൻ മകനായിട്ട് അമ്മയ്ക്ക് ജനിച്ചു. അപ്പോൾ അനന്തൻ്റെ അവതാരമാണ് ഇവിടെ നിലവറയിൽ കുടികൊള്ളുന്നത്. ചിരഞ്ജീവിയായിട്ട് തന്നെ ഇന്നും കുടുംബാംഗങ്ങൾ മുത്തശ്ശൻ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ കാരണവരാണ് അനന്തൻ ഭഗവാൻ. അപ്പോൾ ആ അനന്തൻ്റെ തേജസ്സും മണ്ണാർശാലയിൽ ഉണ്ട്. നിലവറയിൽ അനന്തനും ക്ഷേത്ര ശ്രീകോവിലിൽ വാസുകിയും. അപ്പോൾ അനന്തന് അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടുത്തെ അമ്മയ്ക്കും ഭഗവാനും തമ്മിലുള്ളത്. അപ്പോൾ ആ അനന്തൻ അമ്മ മകന് നൽകുന്ന ആ ഒരു സ്നേഹവായ്പും എല്ലാം തന്നെയാണ് ആ പൂജകളിലൂടെ, അമ്മ നാഗരാജാവിന് നൽകുന്ന പൂജയിലൂടെ ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം അമ്മയുടെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ നൽകുന്നത് ശ്രീകോവിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും പൂജ കഴിക്കുന്നില്ല അമ്മ ക്ഷേത്ര ശ്രീകോവിൽ. അത് ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ്. അപ്പോൾ വിശേഷ ദിവസങ്ങളിൽ പൂജ കഴിക്കുമ്പോൾ അത് അനന്തൻ എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് ശ്രീകോവിലിൽ പൂജ കഴിക്കുന്നത്. പിന്നീട് അനന്തനും വാസുകിയും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ വളരെ വ്യക്തമായിട്ട്
സൂചിപ്പിക്കുന്നുമുണ്ട്. സർപ്പദോഷ പരിഹാരത്തിനായി ഇവിടെ നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? സർപ്പദോഷ പരിഹാരം എന്നുള്ള നിലയിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് സർപ്പദോഷത്തിനുള്ള ഏറ്റവും വലിയ പരിഹാരം. അപ്പം ഭഗവാൻ ഏറ്റവും പ്രീതികരമായ വഴിപാട് എന്ന് പറയുന്നത് നൂറും പാലും തന്നെയാണ്. നൂറും പാലും എന്ന് പറയുമ്പോൾ അരിപ്പൊടിയും പാലും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കരിക്കിൻ വെള്ളവും ഇത് നെയ്യും ചേർത്ത് കദളിപ്പഴവുമായി ചേർത്ത് ആണ് നൂറും പാലിൻ്റെ ഇതായി ഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഭഗവാൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാട്. അപ്പോൾ സർപ്പങ്ങൾക്ക് ഏറ്റവും പ്രീതികരമായ വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ നൂറുംപാൽ തന്നെയാണ്. ആ നൂറുംപാലും കഴിക്കുമ്പോൾ അത് പല രീതിയിലുള്ള സർപ്പത്തിൻ്റെ പ്രീതിക്കായിട്ടും ചെയ്യാം, ഏതെങ്കിലും തരത്തിലുള്ള ദോഷത്തിൻ്റെ പരിഹാരമായിട്ടും നമുക്കിവിടെ നൂറുംപാലും നടത്തി വരാറുണ്ട്. അമ്മ നേരിട്ട് നടത്തുന്ന പൂജകൾ എന്തെല്ലാമാണ്? അമ്മയ്ക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് പൂജ കാര്യങ്ങളുള്ളത്. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ അമ്മയുടെ മകനായിട്ട് ജനിച്ച നാഗരാജാവിനുള്ള പൂജകളാണത്. അപ്പോൾ അത് അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമായിട്ടാണ് നമ്മളിവിടെ ആചരിച്ചു വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അമ്മയ്ക്ക് പൂജ കഴിക്കാനായിട്ട് അമ്മയ്ക്ക് തേവാര പുരയിൽ അമ്മ ദിവസവും പൂജ കഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ ശ്രീകോവിലിൽ പൂജ കഴിക്കാനായിട്ട് അമ്മ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പതിവില്ല. അത് ചിലപ്പോൾ വിശേഷ ദിവസങ്ങളിൽ അമ്മ തന്നെ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ മാസവും 1-ാം തീയതി അത് അമ്മ കഴിക്കേണ്ട പൂജയാണ്. കാരണം അന്നത്തെ പൂജ ഉച്ചപൂജ കഴിക്കുന്നത് അമ്മ തന്നെ ആയിരിക്കണം. പിന്നീട് എല്ലാ മാസത്തിലെ ആയില്യത്തിന് തലേ ദിവസം പൂയം തന്നെയാണത്. ആ പൂയം നാളുകളിൽ ഉച്ചപൂജ അതും അമ്മയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. പിന്നീട് ആയില്യം നാളിൽ ക്ഷേത്രത്തിലെ പൂജ കഴിക്കുന്നത് കുടുംബ കാരണവരായിരിക്കും. പക്ഷേ അമ്മയ്ക്ക് അന്നത്തെ ദിവസം ആയില്യം പൂജയാണ് ഉള്ളത്. പിന്നെ മറ്റൊരു പ്രധാന ദിവസം എന്ന് പറയുന്നത് ഈ ശിവരാത്രി ദിവസം അമ്മ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് സർപ്പബലി നടത്തുന്ന ഒരു വലിയ ഒരു പൂജയാണ്. ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പൂജയാണ്. അപ്പോൾ അതും അമ്മയുടെ ആ പ്രധാനപ്പെട്ട പൂജകളിൽ ഉൾപ്പെടുന്നു. പിന്നീട് ശിവരാത്രിയുടെ പിറ്റേ ദിവസം കാവുകളിൽ പ്രധാനമായും നിലവറയിലെ പൂജയും അതുപോലെ തന്നെ അപ്പുപങ്കാവിലെ പൂജയും പിന്നീട് മണിനാഗ കാവിലും കരുനാഗവും അവർക്ക് രണ്ടുപേർക്കും കിഴക്കേ കാവിലാണത്. ആ പൂജയും നടത്തുന്നത് അമ്മ തന്നെയാണ്. പിന്നീട് മാഘമാസത്തിൽ അമ്മ പൂജ കഴിക്കുന്ന പതിവുണ്ട്. പിന്നീട് തിരുവോണ ദിവസം സാധാരണഗതിയിൽ അമ്മ ഉച്ചപൂജ കഴിക്കുന്ന ഒരു പതിവുണ്ട്. പിന്നെ 12 ദിവസത്തെ പൂജകൾ എല്ലാ കന്നി തുലാമാസങ്ങളിലെയും ആയില്യത്തിന് മുന്നോടിയായിട്ട് പൂയത്തിൻ്റെ അന്ന് അമ്മയുടെ പൂജയോടുകൂടിയാണ് പൂയത്തിൻ്റെ അന്ന് ആ 12 ദിവസം പൂർത്തിയാകുന്നത്. ആ 12 ദിവസവും അമ്മ തന്നെ പൂജ കഴിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയുടെ പൂജാ ദിനങ്ങളായിട്ട് പരിഗണിക്കാം. പിന്നെ ചില സന്ദർഭങ്ങളിൽ അമ്മയുടെ പ്രായത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള അസൗകര്യങ്ങൾ ഒക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് അമ്മ ചെയ്യേണ്ട പൂജ ആ നിലയിൽ മറ്റൊരാൾക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ പൂജകൾ കഴിക്കേണ്ടത് ചെയ്യാം. പക്ഷേ അമ്മയ്ക്ക് പകരം എന്നുള്ള നിലയിൽ അവിടെ ആർക്കും തന്നെ പൂജാധികാരം വേറെ ഇല്ല. സർപ്പബലി എന്തിനാണ് നടത്തുന്നത്? എല്ലാവർക്കും നടത്താം. സർപ്പബലി എന്ന് പറയുമ്പോൾ സർപ്പങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണ്. അതിനകത്ത് അഖില സർപ്പങ്ങൾക്കും പൂജയിൽ പൂജകളായിട്ടും മറ്റ് നിവേദ്യങ്ങളായിട്ടും ഒക്കെ നൽകപ്പെടുന്ന വളരെ വിപുലമായ ഒരു പൂജയാണത്. അത് കൃത്യമായി ശിവരാത്രി നാളിൽ ഭഗവാന്റെ മണ്ഡപത്തിലാണ് ആ പൂജ നടക്കാറുള്ളത്. അത് പിന്നെ വഴിപാടുകൾ ആയിട്ട് ഭക്തജനങ്ങൾക്ക് ഗുരുതരമായ സർപ്പദോഷങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുമൊക്കെ നമുക്ക് സർപ്പബലി കഴിക്കാറുണ്ട്. അപ്പോൾ ആ സർപ്പബലി കഴിക്കുമ്പോൾ അത് 15 എണ്ണം എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു എണ്ണത്തിലേക്ക് നമുക്ക് നിശ്ചയിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം ഇടയ്ക്ക് അമ്മ കഴിക്കുന്ന സർപ്പബലി ഇപ്പോൾ അമ്മ തന്നെ സർപ്പബലി കഴിക്കുകയാണെങ്കിൽ അത് നിലവറയോട് ചേർന്നുള്ള ആ ഒരു
സ്ഥാനത്ത് അമ്മയ്ക്ക് മാത്രമേ കഴിക്കാനായിട്ട് അധികാരമുള്ളൂ. പക്ഷേ വഴിപാടായിട്ട് നമ്മൾ സർപ്പബലി കഴിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തിന് മുൻവശത്ത് കിഴക്കേ നടയിൽ പ്രത്യേകം പന്തൽ തയ്യാറാക്കി രാത്രിയിലാണ് ഈ പൂജ നടക്കുന്നത്. പ്രധാനമായിട്ടും സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ പൂജ ആരംഭിക്കുന്നത്. ഏതാണ്ട് ഒരു 4, 5, 6 മണിക്കൂർ വരെയൊക്കെ നീളുന്ന ഒരു പൂജ തന്നെയാണത്. അപ്പോൾ അത് ഒരുപാട് അധ്വാനം അല്ലെങ്കിൽ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന ഒരു വഴിപാടായതുകൊണ്ട് അത് എല്ലാ ദിവസവും നടക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പിന്നീട് ഒരു വർഷത്തിലെ കന്നിമാസത്തിലെ ആയില്യം കഴിഞ്ഞാൽ ഏതാണ്ട് ഇടവമാസം 15 വരെ, ഇടവപ്പാതി എന്ന് നമുക്ക് പറയാം. ആ ഇടവപ്പാതി എന്ന് പറയുന്ന അത് പുറ്റടയുന്ന ഒരു സമയമാണ്. സർപ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സവിശേഷമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് സർപ്പബലിയും അതുപോലെ തന്നെ സർപ്പങ്ങൾക്കുള്ള ഒരു വിശേഷാൽ പൂജകൾ നടക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കന്നി മുതൽ ഇടവം 15 വരെയുള്ള സമയത്താണ് ഈ സർപ്പബലി നടക്കാറുള്ളത്. ആ സമയത്ത് കഴിയുന്നത്ര എല്ലാ ദിവസവും നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കഴിക്കുന്നവരുടെയും കഴിപ്പിക്കുന്നവരുടെയും ഒക്കെ തന്നെ സൗകര്യം അവിടെ വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് 15 പോലും ചിലപ്പോൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം കഴിക്കുന്നവരുടെ സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് 15-ൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ആയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടി നമ്മൾ കഴിക്കാൻ തയ്യാറാകുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിൽ നമുക്ക് സർപ്പബലിക്ക് ഒരു കൃത്യം എണ്ണം 15 അല്ലെങ്കിൽ 12 ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മാസവും സർപ്പബലി നടക്കാറുമില്ല. കാരണം ഈ പറഞ്ഞ പുറ്റടവിൻ്റെ കാലം അല്ലെങ്കിൽ ഇടവം 15 കഴിഞ്ഞാൽ പിന്നെ അടുത്ത കന്നിമാസത്തിലെ ആയില്യം വരെ സർപ്പബലി, അതുകൊണ്ട് സർപ്പങ്ങളുടെ ഒരു വിശേഷാൽ പൂജകളും നമ്മളിവിടെ നടക്കില്ല. നിത്യപൂജ കൃത്യമായിട്ട് തന്നെ നടക്കും. അതുപോലെ തന്നെ ആയില്യം പൂജയും മുടക്കമൊന്നുമില്ലാതെ തന്നെ നടക്കും. ഏകാദശി ദിവസങ്ങളിൽ ആയില്യമാണെങ്കിലും സർപ്പബലി ആണെങ്കിലും വിശേഷാൽ പൂജകളൊന്നും തന്നെ നടത്താറ് പതിവില്ല. പക്ഷേ ചില സമയത്ത് കന്നിമാസത്തിലെ ആയില്യം ഏകാദശി നാളിൽ വരുന്ന ഒരു സാധാരണഗതിയിൽ വരുന്ന ഒരു രീതിയുണ്ട്. കണക്കനുസരിച്ച് മിക്കവാറും അങ്ങനെ വരാറുണ്ട്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറുകയും ചെയ്യും. അപ്പോൾ അവിടെ വരുമ്പോൾ ഏകാദശി ദിവസമാണെങ്കിൽ പോലും ആയില്യത്തിനാണ് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഏകാദശിയെ മാറ്റി നിർത്തിക്കൊണ്ട് ആയില്യം പൂജ കൃത്യമായ നിലയിൽ തന്നെ ഇവിടെ നടക്കുന്ന പതിവാണ് ഉള്ളത്. 100 പാലും വഴിപാട് എന്തിനാണ് നടത്തുന്നത്? എപ്പോഴെല്ലാമാണ് അത് നടത്തുന്നത്? അതിൻ്റെ ചെലവ് അത് എല്ലാവർക്കും നടത്താൻ പറ്റുന്നത്? 100 പാലും എല്ലാ ആളുകൾക്കും നടത്താവുന്ന, കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, അത് സർപ്പപ്രീതികരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് 100 പാൽ. സർപ്പങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് തന്നെയാണ് 100 പാൽ. അത് അവരുടെ രോഗങ്ങളുടെ ശാന്തിക്കായിട്ടും അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹിംസ വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഹിംസ വന്നു പോയ ആ സർപ്പങ്ങളെ ആവാഹിച്ച് അവർക്ക് ഏറ്റവും വിശിഷ്ടമായ 100 പാലും നൽകി അവർക്ക് മോക്ഷം നൽകുന്ന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. 100 പാലും എന്ന് പറയുമ്പോൾ അത് അഷ്ടനാഗ സഹിത ശിവനും അഷ്ടനാഗങ്ങളെയും ഒന്നിച്ച് ഒരു അതായത് 9 പത്മങ്ങളിലേക്ക് ആവാഹിച്ച് അവിടെ അവർ നടത്തുന്ന ആ ഒരു പൂജയാണ് 100 പാലും. പിന്നെ നാഗരാജാവ്, സർപ്പയക്ഷി, നാഗയക്ഷി, നാഗചാമുണ്ഡി, അങ്ങനെ 4 പേരെ പ്രത്യേകമായിട്ടും ഇവിടുത്തെ സമ്പ്രദായത്തിൽ 100 പാൽ പൂജയിൽ ഉൾപ്പെടുത്തി പൂജ ചെയ്യാറുണ്ട്. പിന്നീട് ഏതെങ്കിലും വിശേഷപ്പെട്ട സർപ്പത്തിൻ്റെ സാന്നിധ്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി പ്രതിമയിൽ ആവാഹിച്ച് അവർക്കുള്ള 100 പാലും അതോടൊപ്പം ചെയ്യുന്നു. അങ്ങനെ 100 പാലും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ നടത്തുന്ന ഒരു വഴിപാടായതുകൊണ്ട് വലിയ ചിലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ നിലയിൽ നമുക്കത് സാധാരണ 100 പാൽ ഒരു 300 രൂപ പ്രകാരമാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. പക്ഷേ വിശേഷാൽ ആകർഷണത്തോടു കൂടിയൊക്കെ തന്നെ ഹിംസിക്കപ്പെട്ട സർപ്പങ്ങളെയൊക്കെ ആവാഹിച്ചും ഒക്കെ ചെയ്യുമ്പോൾ അത് വിശേഷാൽ ഒരു 100 പാലായിട്ട് പരിഗണിക്കും. അവിടെ നമുക്ക് കുറച്ചുകൂടി വ്യത്യാസം വരികയും ചെയ്യും. അത് 300 എന്നുള്ളത് ചിലപ്പോൾ 500-ലേക്കൊക്കെ എത്താം. പക്ഷേ ഒരു സാധാരണയായിട്ട് 100 പാൽ ഭഗവത് പ്രീതിക്കായിട്ട് നടത്തുന്നതും അല്ലെങ്കിൽ സാധാരണഗതിയിൽ സർപ്പദോഷങ്ങൾക്കായിട്ടും നിർദ്ദേശിക്കുന്ന ഒരു വഴിപാടെന്നുള്ള നിലയിൽ 100 പാലിന് പ്രാധാന്യമുണ്ട്. സന്താന സൗഭാഗ്യത്തിനായിട്ട് നടത്തുന്ന ഉരുളി കമിഴ്ത്തൽ വഴിപാടിനെ കുറിച്ച് പറയുന്നു. ഏത് ഉരുളിയാണ് കമിഴ്ത്തേണ്ടത്? അതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്?
ഉരുളി നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം? അതായത് സന്താനാർത്ഥമായിട്ടാണ് ഉരുളി കമിഴ്ത്തൽ എന്ന വഴിപാട് ഇവിടെ ചെയ്തു വരുന്നത്. അപ്പോൾ ഉരുളി കമിഴ്ത്തുമ്പോൾ അത് ഉരുളി എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഏറ്റവും പ്രീതികരമായിട്ടുള്ള ഒരു വഴിപാടാണ് നൂറും പാലും. ആ നൂറും പാലും തയ്യാറാക്കുന്നത് ഇത് ഈ ഉരുളി എന്ന് പറയുന്ന ആ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു പാത്രമാണത്. അത് ലോഹങ്ങൾ ഏറ്റവും ഉത്തമമായ ലോഹം സ്വർണ്ണമാകാം, വെള്ളിയാകാം, പിച്ചളയാകാം. ചെമ്പ് പതിവില്ല. പിച്ചള മുതൽ ആണ് നമ്മൾ ഇവിടെ എടുത്തു വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വിശിഷ്ടമായ ലോഹങ്ങളിലൊക്കെ തന്നെ നമുക്ക് നൂറും പാലും സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വിശിഷ്ടമായ ഒരു പാത്രം എന്ന് പറയുന്നത് ഉരുളി ആണത്. അപ്പോൾ ആ ഉരുളി ഭഗവാന്റെ നൂറും പാലിനുള്ള ഉരുളി ഇവിടെ ഭഗവാൻ സമർപ്പിക്കുകയും ആ ഉരുളി അമ്മ, അതായത് കുട്ടികളില്ലാത്ത ദമ്പതികൾ, അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഉരുളി സമർപ്പിക്കപ്പെടുന്നത്. ആ സമർപ്പിക്കപ്പെടുന്ന ഉരുളി അമ്മ പ്രാർത്ഥനയോടുകൂടി അമ്മയ്ക്ക് മകനായിട്ട്, അതായത് സന്താനമില്ലാതിരുന്ന അമ്മയാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് മകനായിട്ട് ജനിച്ച നാഗരാജാവ് ആയ അനന്തൻ്റെ മുൻപിൽ ആ ഉരുളി കമിഴ്ത്തി വയ്ക്കുകയാണ്. കമിഴ്ത്തി വെച്ചു കഴിഞ്ഞാൽ അതൊരു ചിലപ്പോൾ 1 വർഷം കൊണ്ടാകാം, അതല്ലെങ്കിൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, ചിലപ്പോൾ കുറേ കൂടി വർഷങ്ങൾ, 10 വർഷങ്ങൾക്കൊക്കെ ശേഷവും ഒക്കെ തന്നെ ഉരുളി നിവർക്കാനായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് വഴിപാട് ചെയ്യുക എന്ന ഒരു ഇതാണ് ഉരുളി നിവർക്കൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഉരുളി നിവർക്കുമ്പോൾ നേരത്തെ ഉരുളി കമിഴ്ത്തിയപ്പോൾ ചില പ്രാർത്ഥനകളോട് കൂടിയാണ് ഭഗവാന് ഈ ഉരുളി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഒക്കെ തന്നെ ഒരു പ്രതിക്രിയയായിട്ട് കുഞ്ഞിനെയും കൊണ്ടുവന്നാണ് ഈ ഉരുളി നിവർത്തൽ ചടങ്ങ് നടത്തുന്നത്. എത്ര കാലത്തിനകം സന്താനഭാഗ്യം ഇല്ലെങ്കിലാണ് ഈ വഴിപാട് നടത്തുന്നത്? സന്താനഭാഗ്യത്തിന് വേറെ വല്ല വഴിപാടും ഇവിടെയുണ്ടോ? സന്താനാർത്ഥമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ആണ് ഉരുളി കമിഴ്ത്ത്. ആ ഉരുളി കമിഴ്ത്ത് സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞു ചിലർ അന്നേരം തന്നെ വിവാഹം കഴിഞ്ഞു കുട്ടികളാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സ്വാഭാവികമായ ചില കാലതാമസങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ചിലർ നേരത്തെ തന്നെ ഉരുളി കമിഴ്ത്തുന്നതിനെക്കുറിച്ച് വന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഒരു 3 വർഷമെങ്കിലും, വിവാഹം കഴിഞ്ഞ് ഒരു 3 വർഷമായിട്ടും സ്വാഭാവികമായൊരു താമസമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും പറ്റുന്നില്ല, ആ ഒരു ഫലം ഉണ്ടാകുന്നില്ലെങ്കിലാണ് നമ്മൾ ഉരുളി കമിഴ്ത്താനായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഉരുളി കമിഴ്ത്തി ഈ പ്രാർത്ഥനയൊക്കെ നടത്തി അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പിന്നീട് ഉരുളി നിവർക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ മറ്റ് രീതിയിൽ വഴിപാട്, അതായത് കാലതാമസം വരുന്നു. ഇപ്പോൾ നമ്മൾ ഉരുളി കമിഴ്ത്തി പോയി, അത് കഴിഞ്ഞ് 3 വർഷമായി പിന്നെ ആയിട്ടില്ല, അല്ലെങ്കിൽ 4 വർഷമായി, കുഞ്ഞാകുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ വീണ്ടും അമ്മയെ വന്ന് കണ്ട് അമ്മ പറയുന്ന മറ്റ് ചില വഴിപാടുകൾ കൂടി ചെയ്തതിന് ശേഷം അഭിഷേകം ചെയ്ത നെയ്യൊക്കെ സേവിക്കുകയും പ്രാർത്ഥനയോടുകൂടി, അതായത് ഈ ഉരുളി കമിഴ്ത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവാന് കദളിപ്പഴ നിവേദ്യം ദിവസവും വേണ്ടതാണ്. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ തന്നെ ഒരിക്കൽ കൂടി നടത്തി പോയിട്ട് വീണ്ടും കുഞ്ഞാകുന്ന ഒരു രീതിയുണ്ട്. നിരവധിയായ ഭക്തർക്ക് ആ രീതിയിലുള്ള അനുഭവങ്ങൾ ഇവിടെ കണ്ടുവരാറുണ്ട്. മണ്ണാറശാലയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാട് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും സർപ്പദോഷ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് സർപ്പ പ്രതിമകൾ നടക്കി വയ്ക്കുക, പുറ്റ്, മുട്ട, അതുപോലെ അതോടൊപ്പം സർപ്പരൂപം, അതുപോലെ ഭൂമി, ഇതൊക്കെ കൂടെ ചേർന്ന് ചെമ്പ് തകിടിൽ ഭൂമി അല്ലെങ്കിൽ പുറ്റ്, പിന്നെ ചിത്രകൂടത്തിൻ്റെ രൂപം, ഇതൊക്കെ തന്നെ വെച്ചിട്ട് സർപ്പങ്ങളും മുട്ടയും, വെള്ളി കൊണ്ട് മുട്ട, ഇത് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. കൂടാതെ പൂജാ ദ്രവ്യങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ചും നൂറും പാലിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള പൂക്കുലയും അതുപോലെ തന്നെ കരിക്കും ഒക്കെയാണ് പിന്നീട് നമുക്ക്, കാരണം അത് ഭഗവാൻ സമർപ്പിച്ചാൽ ഇന്ന് സമർപ്പിച്ചാലും നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വസ്തുക്കളാണവ. അപ്പോൾ അതൊക്കെ തന്നെ സമർപ്പിച്ച് വഴിപാടുകൾ ചെയ്യാറുണ്ട്. പിന്നീട് നൂറും പാലും വഴിപാടാണ് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ എല്ലാ സർപ്പക്ഷേത്രങ്ങളിലെയും പോലെ ഇവിടെയും നടന്നു വരുന്നത്. മറ്റ് അഭിഷേകങ്ങൾ, അതുപോലെ തന്നെ അർച്ചനകൾ, വിളക്ക്, നെയ്യ് കൊണ്ട് വിളക്ക് കത്തിക്കുക, നെയ്യ് വിളക്ക്, എണ്ണ വിളക്ക്, ഈ രീതിയിലുള്ള എല്ലാ വഴിപാടുകളും
സ്ഥിരമായിട്ട് കൂടുതലായിട്ട് നടക്കുന്ന വഴിപാടുകളാണ് അർച്ചന, സർപ്പസുക്താർച്ചന ഉൾപ്പെടെയുള്ള അർച്ചനകളും ഒക്കെ തന്നെ കൂടുതലായിട്ട് നടക്കുന്നു. അഭിഷേകങ്ങൾ പ്രത്യേകിച്ചും പാലഭിഷേകവും നെയ്യഭിഷേകവും എണ്ണയഭിഷേകവും ഒക്കെയാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ വിശേഷ ഒരു വഴിപാട് നിവേദ്യമാണ് പാലും പഴവും. ഭഗവാനെ എല്ലാ ദിവസവും ആദ്യത്തെ അഭിഷേകം കഴിഞ്ഞാൽ ആദ്യത്തെ നിവേദ്യം എന്ന് പറയുന്നത് പാലും പഴവും നിവേദിക്കലാണ്. അപ്പോൾ അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നിവേദ്യമാണ്. പിന്നെ നിലവറ പായസം മറ്റ് പ്രധാനപ്പെട്ട ഒരു നിവേദ്യം എന്നുള്ള നിലയിൽ നിലവറ പായസം. നിലവറ പായസത്തിൻ്റെ പ്രാധാന്യം നിലവറയിലെ ഭഗവാന് ഉള്ള ഒരു വഴിപാട് എന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ ആ നിലവറ പായസവും ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മറ്റ് നിവേദ്യങ്ങൾ അപ്പോൾ ഒക്കെ തന്നെ ഉണ്ട്. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ നേരത്തെ സൂചിപ്പിച്ച അഭിഷേകം, അർച്ചനകൾ. പിന്നീട് അഷ്ടനാഗ പൂജ നടക്കാറുണ്ട്. പിന്നീട് ഈ പാൽപ്പായസ ഹോമം, അതായത് ഗുരുതരമായ സർപ്പവിഷയങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ പാൽപ്പായസ ഹോമം, അതൊക്കെ തന്നെ ജ്യോതിഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആ ഒരു ലക്ഷണം കണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാർത്ത് നിശ്ചയിച്ച് ചെയ്യുന്ന പൂജകളാണ് ഈ അഷ്ടനാഗ പൂജയും അതുപോലെ തന്നെ പാൽപ്പായസ ഹോമവും ഒക്കെ. ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഭഗവാന് തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു പൂജ എന്നുള്ള നിലയിൽ നോയമ്പാൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭക്തരും നടത്തുന്നത്, കൂടുതലായിട്ട് നടക്കുന്നതും അത് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാന നിവേദ്യം എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ടുള്ളതല്ല, ചതുശ്ശത നിവേദ്യം. വർഷത്തിൽ 2 തവണയാണത് പ്രധാനമായിട്ടും നിർബന്ധമായും ഉള്ളത്. അത് കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും പൂയത്തിൻ്റെ അന്ന് ഉള്ള ഒരു നിവേദ്യമാണ് ചതുശ്ശത നിവേദ്യം. ആ നിവേദ്യം വളരെ വിശേഷപ്പെട്ട ഒരു നിവേദ്യമാണ്. എല്ലാ ആയില്യ ദിനങ്ങളിലും മണ്ണാറശാലയിൽ പ്രത്യേക പൂജകളുണ്ടോ? ഇതിനെല്ലാം എഴുന്നള്ളത്തുണ്ടോ? ആയില്യം പൂജയാണ് ആയില്യത്തിൻ്റെ അന്ന് ആ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഇല്ലത്ത് തെക്കേ തളത്തിലാണ് ആയില്യം പൂജ നടക്കുന്നത്. അപ്പോൾ ആ തെക്കേ തളത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന്, തെക്കേ തളം എന്ന് പറയുമ്പോൾ നിലവറയോട് ചേർന്നുള്ള തളമാണ്. അവിടെ മുത്തശ്ശൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വാസുകിയായിരിക്കുന്ന നാഗരാജാവിനെ എഴുന്നള്ളിച്ച് അനന്തനായിരിക്കുന്ന മുത്തശ്ശൻ്റെ സമീപം കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അവിടെ നടക്കുന്ന പൂജയാണ് ആയില്യം പൂജ. പക്ഷേ അത് എഴുന്നള്ളത്ത് എന്നുള്ള ഒരു ചടങ്ങ് വരുന്നത് അത് 3 വിശേഷ ആയില്യങ്ങൾക്ക് മാത്രമേ പതിവുള്ളൂ. കാരണം എല്ലാ ആയില്യത്തിനും എഴുന്നള്ളത്ത് പതിവില്ല. പക്ഷേ ആയില്യം പൂജ എല്ലാ മാസത്തിലെയും ആയില്യം തോറും നടക്കുന്ന പൂജയാണ്. അത് അമ്മയ്ക്കാണ് ആ പൂജ കഴിക്കാനുള്ള അധികാരവും അർഹതയും. അമ്മയ്ക്ക് കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആയില്യം പൂജ പതിവില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ട, ഇനി പകരം ആരെങ്കിലും കഴിക്കട്ടെ എന്നൊരു സംശയം ഉണ്ടായി അഷ്ടമംഗല പ്രശ്നത്തിൽ അത് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അത് അമ്മ ചെയ്യേണ്ട പൂജ അമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, മറ്റാരും അത് പകരം ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയുള്ള പൂജകളാണ് ആയില്യത്തിൻ്റെ അന്ന് നടക്കുന്നത്. പക്ഷേ എഴുന്നള്ളത്ത് കന്നി, തുലാം, കുംഭം ഈ 3 മാസങ്ങളിലാണ് എഴുന്നള്ളത്ത് നടത്തുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കന്നിമാസത്തിലെ ആയില്യം നാഗരാജാവിൻ്റെ അല്ലെങ്കിൽ നാഗങ്ങളുടെ ജന്മദിനം തന്നെയാണ്. കാരണം അവർ ജനിച്ച് വീണ ദിവസം ആയില്യ ദിവസമാണ്. അതും കന്നിമാസത്തിലെ ആയില്യ നാളിലാണെന്നാണ്. അതുകൊണ്ട് എല്ലാ സർപ്പക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെ തന്നെ കന്നിമാസത്തിലെ ആയില്യത്തിന് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ചടങ്ങുകൾ നടക്കുകയാണ് പതിവ്. അതേ പ്രാധാന്യം ഇവിടെയും ഉണ്ട്. എന്നാൽ ഇവിടെ തുലാമാസത്തിലെ ആയില്യത്തിനും കൂടി ഒരു പ്രാധാന്യം വന്നു. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, രാജ്യം ഭരിച്ചിരുന്ന അന്നത്തെ നാട്ടുരാജ്യങ്ങളുടെ ഭാഗമായിരുന്ന ഇവിടെ ഭരിച്ചിരുന്ന രാജാവ് അദ്ദേഹം എല്ലാ ആയില്യത്തിനും കന്നിമാസത്തിലെ ആയില്യത്തിനും ഇവിടെ ദർശനം നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ ഒരു തവണ അദ്ദേഹത്തിന് അത് മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആയില്യം പൂജ കണ്ടു തൊഴുന്നതിനുള്ള ആ ഒരു മുടക്കം സംഭവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഒരു പ്രായശ്ചിത്തമായിട്ട്
തൊട്ടടുത്ത മാസത്തെ ആയില്യം, അതായത് തുലാമാസത്തിലെ ആയില്യം അതേ ചടങ്ങുകളോടെ നടത്തണമെന്നും അതിനുള്ള ചെലവ് കൊട്ടാരത്തിൽ നിന്ന് തന്നെ അനുവദിച്ച് ആ ഒരു രീതിയിൽ കന്നിമാസത്തിലെ ആയില്യത്തിൻ്റെ അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ തുലാമാസത്തിലും ആഘോഷിക്കുന്ന ഒരു രീതി ഇടക്കാലത്ത് വന്നു ചേർന്നതാണ്. അതിനുശേഷം പക്ഷേ രാജാവിൻ്റെ ഉത്തരവോടുകൂടി നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമായതുകൊണ്ടും കൂടുതൽ ജനപ്രിയമായിട്ട് മാറുവാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങൾ എത്തിച്ചേരുവാനും കൂടുതൽ ആഘോഷങ്ങളോടുകൂടിയൊക്കെ തന്നെ നടത്തുവാനും ഒക്കെ തന്നെ തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇപ്പോൾ ചെയ്തു വരുന്ന ഒരു രീതി. പക്ഷേ പിന്നെ കുംഭമാസത്തിലെ ആയില്യമാണ് മറ്റൊരു എഴുന്നള്ളത്തുള്ള ആയില്യം. ആ ദിവസം സാധാരണ കന്നിയിലും തുലാമിലും നാഗരാജാവ്, സർപ്പയക്ഷി, നാഗചാമുണ്ഡി, നാഗയക്ഷി ഈ 4 പേരെയും നാഗരാജാവിന് ഒപ്പം തന്നെ അവർ 4 പേരെയും എഴുന്നള്ളിച്ച് ഇല്ലത്തേക്ക് നിലവറയ്ക്ക് സമീപം തെക്കേ തളത്തിൽ പ്രത്യേകം പത്മമിട്ട് അവിടെ എഴുന്നള്ളിച്ചിരുത്തിയാണ് പൂജ കഴിക്കുന്നത്. എന്നാൽ കുംഭമാസത്തിലെ ആയില്യത്തിന് 4 പേരും ഉണ്ടാവാറില്ല. നാഗരാജാവിനെ സർപ്പേക്ഷിയമ്മയും മാത്രമായിരിക്കും എഴുന്നള്ളിച്ചുകൊണ്ടിരുന്നത്. നാഗരാജാവിനെ എഴുന്നള്ളിക്കുന്നത് അമ്മയാണ്. സർപ്പേക്ഷിയമ്മയെ കാരണവരായിട്ടുള്ള ആളായിരിക്കും എഴുന്നള്ളിക്കുന്നത്. പക്ഷേ കന്നിമാസത്തിൽ 4 പേരുള്ളപ്പോൾ നാഗരാജാവിനെ അമ്മ തന്നെ എഴുന്നള്ളിക്കുന്നു. സർപ്പേക്ഷിയമ്മയെ ഇളയ അടുത്ത അമ്മ, അതായത് തൊട്ടടുത്ത അമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ അർഹതപ്പെട്ട ആളെയാണ് ഇളയമ്മ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ആ അമ്മയായിരിക്കും സർപ്പേക്ഷിയമ്മയുടെ വിഗ്രഹം എഴുന്നള്ളിക്കുന്നത്. പിന്നീട് ഏറ്റവും മുതിർന്ന കാരണവർ നാഗചാമുണ്ഡിയുടെയും അതിന് തൊട്ടടുത്ത കാരണവരായ ഇളയ കാരണവർ അദ്ദേഹം നാഗേക്ഷിയുടെയും വിഗ്രഹം അവിടുന്ന് എഴുന്നള്ളിച്ച് ആയില്യത്തിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ആ ഒരു സമ്പ്രദായം അങ്ങനെയാണ്. ഈ നിർമാല്യ ദർശനം, ഉച്ചപൂജ, ദീപാരാധന ഈ 3 പൂജകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രദായമായിട്ടുള്ള പൂജ ഏതാണ് നമ്മുടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ? നിർമാല്യ ദർശനം മുതൽ എനിക്ക് തോന്നുന്നു വൈകുന്നേരം സാധാരണ അത്താഴപൂജ എന്നൊരു സമ്പ്രദായം ക്ഷേത്രങ്ങളിലുണ്ടെങ്കിലും ഇത് ആ ഒരു ക്ഷേത്രത്തിൻ്റെതായ സങ്കല്പമല്ല, ഒരു കാവിൻ്റെ സങ്കല്പത്തിലായതുകൊണ്ട് ഇവിടെ അത്താഴപൂജയോ അല്ലെങ്കിൽ വൈകുന്നേരം പൂജയോ പതിവില്ല. അപ്പോൾ രാവിലെ നിർമാല്യം കണ്ടു തൊഴുത് വൈകുന്നേരം വിളക്ക് കത്തിച്ച് തൊഴുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിന് ഉഷപൂജ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പൂജയാണത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പൂജ ഉച്ചപൂജയായിട്ടും ചെയ്യും. അങ്ങനെ 2 നടയാണുള്ളത് നാഗരാജാവിനും സർപ്പേക്ഷിയമ്മയ്ക്കും. അപ്പോൾ 2 പേർക്കും രാവിലെ ഒരു പൂജ ഉഷപൂജയായിട്ടും അടുത്ത പൂജ ഉച്ചപൂജയായിട്ടും വിശേഷ നിവേദ്യങ്ങളൊക്കെ ഉച്ചപൂജയ്ക്കായിരിക്കും നിയോഗിക്കുന്നത്. അങ്ങനെ 2 പൂജയാണ് നാഗരാജാവിനും സർപ്പേക്ഷിയമ്മയ്ക്കും പതിവായിട്ടുള്ളത്. അതിനുശേഷം നട അടച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നട തുറന്നു വിളക്ക് കത്തിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ക്ഷേത്ര ശ്രീകോവിലിനകത്തേക്ക് പിന്നീട് പ്രവേശനം പതിവില്ല. അതുകൊണ്ട് തന്നെ പൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ പ്രത്യേക വ്രതാനുഷ്ഠാനത്തോടു കൂടി മാത്രമേ ക്ഷേത്ര ശ്രീകോവിലിൽ പൂജ പതിവുള്ളൂ. നാഗരാജാവ്, സർപ്പേക്ഷി, നാഗേക്ഷി, നാഗചാമുണ്ഡി എന്നിവർക്ക് പ്രത്യേകം വഴിപാടുകൾ ഉണ്ടോ? എന്നൊക്കെയാണ് നടത്തുന്നത്? നാഗരാജാവ്, സർപ്പേക്ഷി അവർ നാഗരാജാവിൻ്റെ പത്നിയാണ് സർപ്പേക്ഷി. അത് സർപ്പേക്ഷി എന്ന് പറയുമ്പോൾ അത് വാസുകിയുടെ സങ്കല്പത്തിൽ ആണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നാഗരാജാവ് എന്ന് പറയുമ്പോൾ വാസുകിയും വാസുകിയുടെ പത്നിയായിട്ട് സർപ്പേക്ഷിയും. പിന്നീട് അനന്തൻ എന്ന് പറയുന്ന സങ്കല്പമാണ്. അനന്തൻ്റെ സങ്കല്പത്തിൽ പത്നിയായിട്ട് നാഗയക്ഷിയും അതുപോലെ തന്നെ നാഗരാജാവിൻ്റെ സഹോദരി സ്ഥാനമാണ് നാഗചാമുണ്ഡിക്കുള്ളത്. അപ്പം നാഗരാജാവും സർപ്പേക്ഷിയും പ്രധാന ശ്രീകോവിലിൽ പൂജ നടക്കുന്നു. നാഗയക്ഷിയും നാഗചാമുണ്ഡിയും ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറ് കോണിലാണ് നിരവധി കോണ്. ആ കോണിൽ ചിത്രകൂടങ്ങളിലായിട്ടാണ്. ആദ്യത്തെ ചിത്രകൂടത്തിൽ നാഗചാമുണ്ഡിയും അടുത്ത ചിത്രകൂടത്തിൽ നാഗയക്ഷിയും. അപ്പോൾ ചിത്രകൂടത്തിൽ പ്രത്യേകിച്ച് പൂജ പതിവില്ല. അവിടെ അഥവാ പൂജ ഉണ്ടെങ്കിൽ അത് ആ അമ്മ മാത്രം ചെയ്യുന്നൊരു പൂജയാണ്. പക്ഷേ അമ്മയുടെ നിത്യപൂജയിൽ നാഗരാജാവ്, സർപ്പയക്ഷി, നാഗയക്ഷി, നാഗചാമുണ്ഡി ഇവർക്കൊക്കെ തന്നെ പൂജയുണ്ടാകും. പക്ഷേ
ശ്രീകോവിലിൽ നാഗരാജാവിനും സർപ്പേക്ഷിക്കും മാത്രമേ പൂജയുള്ളൂ. അപ്പോൾ നാഗചാമുണ്ടിക്കും നാഗേക്ഷിക്കും പൂജ നടക്കുന്നത് പിന്നീട് ആയില്യത്തിൻ്റെ ദിവസങ്ങളിൽ, അതും കന്നി തുലാമാസങ്ങളിലെ ആയില്യത്തിന് അവർക്ക് പ്രത്യേക പൂജ ഗുരുതി ഉൾപ്പെടെയുള്ള രീതിയിലാണ് നാഗേക്ഷിക്കും നാഗചാമുണ്ടിക്കും പൂജ നടക്കുന്നത്. അപ്പോൾ നാഗചാമുണ്ടിക്കും നാഗേക്ഷിക്കും പ്രധാനമായും പൂജ കഴിക്കുന്നത് അമ്മയുടെ പൂജകളിൽ ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നൂറുംപാലും നടക്കുമ്പോൾ പുരുഷന്മാരായിട്ടുള്ള ആളുകൾക്ക് നൂറുംപാലിൻ്റെ ഭാഗമായിട്ട് നാഗചാമുണ്ടിക്കും നാഗേക്ഷിക്കും പൂജ പ്രത്യേകം നടത്താറുണ്ട്. ഈ നമുക്ക് പുറത്തു വന്ന മാലകളും വഴിപാട് സാധനങ്ങളും ഭക്തർക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റുമോ, അതോ അകത്തുനിന്ന് തന്നെ വാങ്ങണോ? അതായത് നമ്മൾ സർപ്പങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശുദ്ധി വേണ്ട ഒരു സമ്പ്രദായമാണുള്ളത്. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് ശുദ്ധി അത്രമാത്രം പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അത് നമ്മൾ പൊതുവെ അത് പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ കരിക്ക് അല്ലെങ്കിൽ പൂക്കുല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കുളത്തിൽ മുക്കി ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ പൂവ് പ്രത്യേകിച്ച് കൊണ്ടുവരുന്നത് നമ്മളത് സാധാരണഗതിയിൽ അത് എടുക്കുന്ന രീതിയില്ല. കാരണം അതിനെ നമുക്ക് എല്ലാം ഒരേ ശുദ്ധത്തിൽ തന്നെ നമുക്ക് ലഭിക്കും എന്നൊരു ഉറപ്പ് നമുക്ക് പറയാനൊക്കാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ മാലയാണെങ്കിലും അതും നമുക്ക് പ്രത്യേകമായ ശുദ്ധത്തോടു കൂടി തയ്യാറാക്കുന്ന പൂവും മാലകളുമാണ് ഇവിടെ പണ്ട് മുതൽ തന്നെ ഉള്ളത്. അതിന് ഒരു മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുട്ടില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നു. അതിനുവേണ്ടി പ്രത്യേകം നമ്മളിവിടെ പൂ കൊണ്ടുവരാനായിട്ട് തന്നെ പ്രത്യേകം ആളിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അവിടുന്ന് ഉള്ള പൂക്കളൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അത് നമുക്ക് പിന്നീട് അവർ സമർപ്പിക്കുന്ന പുഷ്പങ്ങൾ നമുക്ക് മറ്റ് വിഗ്രഹങ്ങൾക്ക് ചാർത്താനും അവിടെ ചിത്രകൂടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ നമുക്ക് ചെയ്യാറുണ്ട്. അതും ശുദ്ധമാണ് എന്ന് പരമാവധി ശുദ്ധമായിട്ട് വരുന്നതിനെ. കാരണം പുറമേ നിന്ന് വരുമ്പോൾ പരിപൂർണ്ണ ശുദ്ധം പാലിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം ആ ഒരു സങ്കല്പത്തിന് വിരുദ്ധമായ രീതിയിലായിരിക്കും ക്ഷേത്രത്തിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് പുറമേയുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ള ഒരു നിഷ്ഠ പണ്ട് മുതൽ തന്നെ പാലിച്ചു വരുന്നത്. ഈ വിദൂര സ്ഥലങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും വരുന്നവരുടെ അറിവിലേക്ക് ഇവിടുത്തെ പൂജാ സമയങ്ങൾ, താമസ സൗകര്യം എന്ന് പറയും. അതായത് ക്ഷേത്രനട വെളുപ്പിനെ 5 മണിയോടുകൂടി എന്തായാലും നട തുറക്കും. 5 മണിക്ക് നട തുറന്നാൽ ആദ്യം നിർമ്മാല്യ ദർശനം ഉണ്ടാകും. നിർമ്മാല്യ ദർശനം കഴിഞ്ഞാൽ പിന്നീട് നിർമ്മാല്യം മാറ്റി അഭിഷേകങ്ങളായിരിക്കും. അഭിഷേകം കഴിഞ്ഞാൽ പിന്നെ പൂജ ആരംഭിക്കും. പൂജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പൂജയാണ്. രാവിലത്തെ ഉഷപൂജയുണ്ട്, ഉച്ചപൂജയുണ്ട്. അപ്പോൾ അങ്ങനെ ആ പൂജ നടക്കുന്ന സമയങ്ങൾ എന്ന് പറയുന്നത് രാവിലെ ഒരു 6 മണിക്ക് ശേഷം പൂജ. അതായത് 5 മണിക്ക് നട തുറന്നാൽ ഏകദേശം ഒരു 5:30 വരെയൊക്കെ തന്നെ ആയിരിക്കും നിർമ്മാല്യ ദർശനത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിർമ്മാല്യ ദർശനം കുറച്ച് സമയം, അത് കഴിഞ്ഞ് നിർമ്മാല്യം മാറ്റുന്നതിനുള്ള സമയമൊക്കെ നമുക്ക് വേണ്ടതുകൊണ്ട് അപ്പോൾ 5 മണിക്ക് ശേഷം നിർമ്മാല്യ ദർശനം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അഭിഷേകങ്ങളാണ്. അപ്പോൾ ഏകദേശം ഒരു 6:30 അഭിഷേകങ്ങളും പൂർത്തിയാകും. 6:30 പൂജ തുടങ്ങിയാൽ പൂജ കഴിക്കുന്നവർ വ്യത്യസ്തരായ ആളുകളാകുമ്പോൾ ചെറിയ ചെറിയ താമസങ്ങൾ, കൃത്യമായ ഒരു സമയം പാലിച്ച് നമുക്കിവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം അമ്മയാണ് പൂജയ്ക്ക് പോകുന്നതെങ്കിൽ അമ്മയുടേതായ രീതിയിൽ പൂജ നടക്കുമ്പോൾ കുറച്ച് അതുകൊണ്ട് ഒരു സ്ഥിരമായ ഒരു സമയം നമുക്കിവിടെ പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഒരു 6:30 പൂജ തുടങ്ങിയാൽ 8 മണിക്ക് മുമ്പായിട്ട് രാവിലത്തെ ഉഷപൂജ തുടങ്ങും. അതിനുശേഷം ഉച്ചപൂജ ഏകദേശം ഒരു 10 മണി 10:30 ഉച്ചപൂജയും നടക്കുന്ന ഒരു രീതിയാണുള്ളത്. പിന്നീട് ഏകദേശം ഒരു 11-12 മണി വരെ സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രനട തുറന്നിരിക്കും. വിശേഷ ദിവസം ഞായറാഴ്ച ദിവസം ഭഗവാൻ വിശേഷപ്പെട്ട ദിവസമാണ്. ഞായറാഴ്ച വ്രതമൊക്കെ നോക്കുന്ന ആ ദിവസമാണ്. അപ്പോൾ ആ ദിവസം ഭക്തജനങ്ങളുടെ ഒരു തിരക്കും കൂടെ പരിഗണിച്ച് 1 മണി വരെയൊക്കെ നട തുറന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നട അടച്ചാൽ വൈകുന്നേരം 5:30 പിന്നീട് സാധാരണ ഗതിയിൽ നട തുറക്കുന്നത്. ഞായറാഴ്ച ഒരല്പം നേരത്തെ
തുറന്നാൽ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് സൗകര്യപ്രദമാണ്. എന്തായാലും 5 മണിക്ക് ശേഷം മാത്രമേ വൈകുന്നേരം നട തുറക്കുകയുള്ളൂ. അത് സന്ധ്യയ്ക്ക് ഒരു 7:30 വരെ ഭക്തർക്ക് വന്ന് തൊഴുന്നതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ നട അടയ്ക്കുന്ന ഈ കുടുംബാംഗങ്ങളും എല്ലാവരും തൊഴുത് എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെ നട അടയ്ക്കുക 8 മണിയോടുകൂടി ഏകദേശം കഴിയും. എങ്കിലും ആർക്കെങ്കിലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ജപിക്കലോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞാലായിരിക്കും അടയ്ക്കുന്നത്. എങ്കിലും 8 മണിക്ക് അകം എത്തിച്ചേരുന്നതായിരിക്കും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരത്തെ സമയത്തെ സൗകര്യമാകുന്നത്. പിന്നീട് രാവിലെ മുതൽ ഇപ്പം നിർമ്മാല്യ ദർശനം മുതൽ വൈകുന്നേരത്തെ നട അടയ്ക്കുന്നവരെ വിളക്ക് കത്തിച്ച് ദീപാരാധന നടക്കുന്ന ആ സമയം വരെ ആളുകൾക്ക് കണ്ടു തൊഴണമെങ്കിൽ തീർച്ചയായിട്ടും അവർ തലേ ദിവസം ഇവിടെ വന്ന് താമസിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതിന് താമസിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്ഷേത്രം വകയായിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. മന്ദാരം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ അത്യാവശ്യം റൂമുകൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ താമസ സൗകര്യങ്ങൾക്ക് ഉള്ള അവസരമുണ്ട്. അത് പ്രത്യേകിച്ചും ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കൂടും. സാധാരണ ദിവസങ്ങളിൽ അത്ര തിരക്കുണ്ടാകാറില്ല. എങ്കിലും സൗകര്യങ്ങൾ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം റൂമുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് ഇവിടെ വന്ന് ദർശനം നടത്താവുന്നതാണ്. ഈ ശിവരാത്രി പൂജ മണ്ണാർശാലയിലെ വിശേഷമാണ്. അതെന്തുകൊണ്ടാണ്? ശിവരാത്രി സാധാരണഗതിയിൽ ശിവക്ഷേത്രങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ടും കൊണ്ടാടുന്നത്. പക്ഷേ മണ്ണാർശാലയെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രി വളരെ വിശേഷപ്പെട്ട, അതായത് വളരെയധികം ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസമാണ് ശിവരാത്രി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ശൈവ സമ്പ്രദായത്തിൽ വാസുകിയെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാകാം ശിവരാത്രിക്ക് പ്രാധാന്യം വന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് സാധാരണഗതിയിൽ ഉള്ള പൂജയെ കൂടാതെ ഒരു പൂജ കൂടി, പന്തീരടി പൂജ എന്നുള്ള നിലയിൽ ഒരു പൂജ കൂടി കൂടുതലായിട്ട് ഉണ്ടാകും. അത് അഭിഷേകം കഴിഞ്ഞാൽ 2 ഉഷപൂജയും ആദ്യത്തെ ഉച്ചപൂജയുടെ സ്ഥാനത്തുള്ള പൂജയും കഴിഞ്ഞാൽ ആ സമയത്ത് കലശാഭിഷേകമുണ്ട്. നവകം എല്ലാ ദിവസവും വൃശ്യമാസത്തിലേതിന് തുല്യമായിട്ട് ശിവരാത്രിയുടെ നാളിലും കലശം അഭിഷേകം ഉണ്ടായിരിക്കും. അങ്ങനെ കലശാഭിഷേകത്തിന് ശേഷം ആണ് അടുത്ത പൂജയാണ് പ്രധാനമായിട്ടും ഉച്ചപൂജയായിട്ട് നടക്കുന്നത്. അങ്ങനെ ഉച്ചപൂജ എന്നുള്ള അങ്ങനെ 3 പൂജയായിട്ടാണ് ശിവരാത്രിയുടെ അന്ന് രാവിലത്തെ ചടങ്ങുകൾ, അല്ലെങ്കിൽ രാവിലെ നട തുറന്നാൽ ഈ 3 പൂജകളായിരിക്കും. അതിനുശേഷം വൈകുന്നേരം വീണ്ടും നട തുറന്ന് 5 മണിയോടുകൂടിയൊക്കെ നട തുറക്കും. നട തുറന്നു കഴിഞ്ഞാൽ രാവിലത്തെ പൂജയ്ക്ക് തുല്യമായ 2 പൂജകൾ, ഉഷപൂജയും ഉച്ചപൂജയും പോലെ 2 പൂജയാണ് വൈകുന്നേരങ്ങളിലും. 2 പൂജകളെപ്പോഴും നാഗരാജാവും സർപ്പേശ്വരമ്മയ്ക്കും ഒരുപോലെ തന്നെയാണ്, രണ്ടും ഒരുപോലെയാണ് നടക്കുന്നത്. ആ ഒരു രീതിയിൽ 2 പൂജയും കഴിഞ്ഞതിന് ശേഷം പത്മം ഇട്ടതിന് ശേഷം മണ്ഡപത്തിലേക്ക് നാഗരാജാവിനെയും സർപ്പേശ്വരമ്മയും എഴുന്നള്ളിച്ച് അവിടെ ഇരുത്തിയതിന് ശേഷമാണ് ശിവരാത്രിയുടെ അന്ന് സർപ്പബലി പൂജ നടക്കുന്നത്. അപ്പോൾ മറ്റു പൂജകൾ കാരണവരുടെ നേതൃത്വത്തിലാണെങ്കിൽ സർപ്പബലി നടക്കുന്നത് അമ്മയുടെ നേതൃത്വത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെ ആണ് ശിവരാത്രിയുടെ ദിവസം. ആ സർപ്പബലിയുടെ ഭാഗമായിട്ട് മൂറുംപാലുണ്ടാകും, ഗുരുതി ഉണ്ടാകും. എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 10 മണിക്ക് പൂജ തുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ 5 മണി ഒക്കെ ആകും ഏകദേശം പൂജ പൂർത്തിയാകുവാനായിട്ട്. അപ്പോൾ അങ്ങനെ പൂജ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നാഗരാജാവിനെയും സർപ്പേശ്വരമ്മയും ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് പടിഞ്ഞാറേ ഗേറ്റിലൂടെ, കവാടത്തിലൂടെ, ഗോപുരത്തിലൂടെ വടക്ക് ഇല്ലത്ത് നിലവറയുടെ ഭാഗത്തുകൂടി വീണ്ടും കിഴക്കോട്ട് നീങ്ങി കാവിനെ ചുറ്റി ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് മുൻഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്ക് കാരോളിക്കുളങ്ങര എന്ന് പറയുന്നൊരു കുളമുണ്ട്. അപ്പോൾ ആ കാരോളിക്കുളങ്ങരയിലെ ആ കുളത്തിൻ്റെ കരയിലാണ് ഭഗവാനെ അവിടെ എഴുന്നള്ളിച്ചിരുത്തി അവിടെ വാദ്യ മേളങ്ങളും ഒക്കെ തന്നെ ഉള്ള സേവകൾ അവിടെ നടക്കും. അതിനെ തുടർന്ന് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് വരുമ്പോൾ ആണ് ശിവരാത്രിയുടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. അങ്ങനെ ശിവരാത്രിയുടെ ആ പൂജകൾ എല്ലാം തന്നെ കഴിക്കുന്ന അമ്മയുടെ കാർമ്മികത്വത്തിലാണ്. ശിവരാത്രിയുടെ പിറ്റേ ദിവസമാണ് നിലവറയിൽ
പൂജ നടക്കുന്നത്. അപ്പോൾ നിലവറയിൽ ഭഗവാൻ മുത്തശ്ശന് വേണ്ടിയിട്ടുള്ള പൂജ നടക്കുന്നതും ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസമാണ്. അന്ന് തന്നെയാണ് അപ്പൂപ്പൻകാവിലും പൂജ നടക്കും. അതേ തുടർന്ന് കിഴക്കേക്കാവിൽ മണിനാഗത്തിനും കരുനാഗത്തിനും പൂജ നടക്കും. അങ്ങനെ അത്രയും പൂജകൾ ശിവരാത്രിയുടെ ഭാഗമായിട്ട് തന്നെ ഏതാണ്ട് 36 മണിക്കൂറോളം തുടർച്ചയായ പൂജകൾ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ശിവരാത്രി. അത് കുടുംബാംഗങ്ങളൊക്കെ തന്നെ വ്രതത്തോടു കൂടി ശിവരാത്രി നാളിലെ നൂറുംപാലിനുള്ള അരി ഇടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നാണ് അത് ചെയ്യേണ്ടത്. നൂറിടിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ കുടുംബാംഗങ്ങൾ ചേർന്ന് കുടിക്കുന്ന ആ അരി കൊണ്ടാണ് അന്നത്തെ ദിവസം നൂറുംപാലും നടത്തുന്നത്. നാഗകോപം മൂലം സന്താനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സന്താന സൗഭാഗ്യം തന്നെയാണ്. കാരണം അടുത്ത തലമുറയിലേക്ക്, നമ്മുടെ തലമുറയ്ക്ക് ഒരു പരിണാമം അല്ലെങ്കിൽ ഒരു തുടർച്ച ലഭിക്കുന്നത് സന്താനങ്ങളിലൂടെയാണ്. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന് സന്താനങ്ങൾ ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഭഗവാന്റെ, നാഗരാജാവിൻ്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നാഗങ്ങളുടെ അനുഗ്രഹത്താലാണ് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നത് എന്നുള്ളത് പണ്ട് മുതൽ തന്നെ ഉള്ള ഒരു വിശ്വാസവും ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം തന്നെ സന്തതി പരമ്പരകൾക്കുള്ള ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അത് ഭഗവാന്റെ അനുഗ്രഹം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നായതുകൊണ്ട് സന്താനങ്ങൾക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും, അവർക്കുണ്ടാകുന്ന ദുരിതങ്ങളും സന്താനങ്ങളുടെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയും ഒക്കെ തന്നെ ഭഗവൻ പ്രീതിയുടെ ഒരു കുറവ് സംഭവിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും രോഗദുരിതങ്ങൾ, അതുപോലെ തന്നെ സന്താനങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ, സന്താന ഭാഗ്യം ഇല്ലാതിരിക്കലൊക്കെ തന്നെ ഭഗവത് പ്രീതി വരുത്തിക്കൊണ്ട്, നാഗരാജാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പരിഹരിക്കാനായിട്ടുള്ള ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഈ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് മണ്ണാർശാല ദർശനം നടത്തേണ്ട ദിവസം ഏതാണ്? അത് ഏറ്റവും അനുഗ്രഹദായകമായിട്ടുള്ള ദിവസം? ഞായറാഴ്ചയാണ് ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് കാണുന്നത്. കാരണം അന്ന് ആണ് ഞായറാഴ്ച പ്രത്യേകം വ്രതം, നാഗപ്രീതിക്കായിട്ട് പ്രത്യേകം വ്രതമെടുത്ത് ഭഗവാനെ രാവിലെ, അതായത് തലേ ദിവസം തന്നെ ഒരിക്കൽ പോലെ കരുതിക്കൊണ്ട് രാവിലെ ക്ഷേത്രത്തിൽ കുളിച്ച് എത്തുകയും നിർമാല്യം തൊഴൽ മുതൽ ഉച്ചപൂജ വരെയുള്ള സമയത്ത് അവിടെ തന്നെ ഭഗവാനെ സേവിച്ച് ഇരിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും സ്തോത്രങ്ങൾ ജപിക്കുകയും സ്തുതികൾ ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് ക്ഷേത്ര പരിസരത്ത് തന്നെ കഴിയുന്ന ഒരു സമ്പ്രദായമാണ് ഞായറാഴ്ച വ്രതത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ആ ഞായറാഴ്ച വ്രതം ഭഗവാന്, അതായത് ആദിത്യൻ്റെ ജ്യോതിഷപ്രകാരം തന്നെ ആദിത്യൻ, നാഗരാജാവിൻ്റെ സ്ഥാനം ആദിത്യനാണ് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞായർ എന്ന് പറയുന്ന ആ ദിവസത്തിൻ്റെ പ്രാധാന്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞായറാഴ്ച എടുത്ത് പിറ്റേ ദിവസം പാരണവേടി ആണ് ഞായറാഴ്ച വ്രതം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ട ദിവസം ഞായറാഴ്ച തന്നെയാണ്. പിന്നീട് ബുധൻ ദിവസവും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം അവതാരത്തിൻ്റെതായിട്ടുള്ള ദിനം എന്നുള്ള നിലയിൽ നിലവറയിൽ ഭഗവാൻ തൊഴാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നുള്ള നിലയിൽ അവതാരങ്ങളുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ അനന്തൻ്റെ അവതാരമായ നിലവറയിലെ മുത്തശ്ശനെ പ്രത്യേക നിവേദ്യം നടക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ ആ ദിവസം തൊഴുന്നതും നല്ലതാണ്. പിന്നീട് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോഴും സപ്തേക്ഷമേള ശുക്രൻ്റെതായ ദിവസം. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഓരോ ദിവസത്തിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ പ്രധാനമായും ഞായറാഴ്ച ദിവസം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് കാണാവുന്നത്. ആഹുർദശ, കേതുർദശ എന്നീ ദശാകാലങ്ങളിൽ പ്രത്യേകം നടത്തേണ്ട വഴിപാടുകൾ, അങ്ങനെ പ്രത്യേകമായിട്ട് വഴിപാടുകൾ നടത്തിയാൽ അതിന് പരിഹാരങ്ങളുണ്ടോ? ദോഷപരിഹാരങ്ങളായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ഏതൊക്കെയാണ്? രാഹുർദോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഗ്രഹം സമർപ്പിച്ച്
നൂറുപാലും സമർപ്പിക്കുന്നത് തന്നെയാണ് രാഹുദോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ട് നമുക്ക് പറയുന്നത്. കേതുദശയിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗണപതി ഹോമം ഒക്കെയാണ് സാധാരണഗതിയിൽ കേതുദശയിലേക്ക് വഴിപാടായിട്ട് ജ്യോതിഷത്തിൽ പറഞ്ഞു വരാറുള്ളത്. പിന്നീട് എന്തായാലും സർപ്പത്തിൻ്റെ അംശം തന്നെയാണ് രാഹുവും കേതുവും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവത് ദർശനം നടത്തി നെയ്വിളക്കും അതുപോലെ തന്നെ നിവേദ്യങ്ങളും ഒക്കെ സമർപ്പിച്ച് അർച്ചനയൊക്കെ സമർപ്പിക്കുന്നത് തന്നെയാണ് രാഹു ദോഷത്തിന് പ്രധാനമായിട്ടും നൂറുമ്പാൽ സഹിതം വഴിപാടുകൾ നടത്തുമ്പോഴാണ് രാഹു ദോഷത്തിനുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുന്നത് എന്തിനാണ്? മഞ്ഞൾപ്പൊടി അഭിഷേകം സാധാരണഗതിയിൽ വിഗ്രഹത്തിൽ മഞ്ഞൾപ്പൊടി തൂകുന്ന ഒരു സമ്പ്രദായം നമ്മൾ നൂറുമ്പാലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു തർപ്പണത്തിലേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾ അഭിഷേകം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പതിവില്ല. കാരണം നൂറുമ്പാലിന് മഞ്ഞൾപ്പൊടിയും കരിക്കും അത് രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ആ ഒരു പ്രത്യേക ആയിട്ട് തയ്യാറാക്കി കദളിപ്പഴവും ചേർത്ത് നെയ്യും ഉപസ്ഥിരിച്ച് അത് നൂറുമ്പാലിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കുക അല്ലാതെ അഭിഷേകത്തിൻ്റെ ഭാഗമായിട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കാറില്ല. ഭഗവാന്റെ പീഠത്തിൽ മഞ്ഞൾ സമർപ്പിച്ച് പൂജ കഴിച്ച് അത് പ്രസാദമായിട്ട് സ്വീകരിച്ച് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് മഞ്ഞളിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും മഞ്ഞൾ പ്രസാദം നൂറുമ്പാലിൻ്റെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നത്. ഈ നാഗങ്ങളും സർപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ഈ സർപ്പങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ? നാഗങ്ങളും സർപ്പങ്ങളും എന്ന് പറയുമ്പോൾ അത് പലതരത്തിൽ നമുക്കതിനെ കാണാൻ കഴിയും. കാരണം നാഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് സാത്വിക ഭാവത്തിലുള്ള നാഗങ്ങൾ. സർപ്പങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു രാജസ ഭാവമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അനന്തൻ സാത്വിക ഭാവമാണെങ്കിൽ വാസുകി രാജസ ഭാവവും. പിന്നീട് നമുക്ക് മറ്റൊന്നും കൂടി പറയാം, വിഷമില്ലാതിരിക്കുന്ന സർപ്പങ്ങൾ അല്ലെങ്കിൽ നാഗവംശമാണ് നാഗങ്ങളെന്ന്. വിഷം ഉള്ള സർപ്പങ്ങളായിട്ടുള്ള സർപ്പവംശമായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാൻ നമുക്ക് ഒരു വ്യത്യാസത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നാഗരാജാവും സർപ്പരാജാവും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ്. എല്ലാം ഞാൻ തന്നെ എന്ന് ഭഗവാൻ നേരത്തെ ഭഗവത്ഗീതയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അനന്തനായിട്ടും വാസുകിയായിട്ടും രണ്ട് ഭാവങ്ങളാണെന്നേ ഉള്ളൂ. ഒന്ന് ശൈവവും ഒന്ന് വൈഷ്ണവമായിട്ടും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള രണ്ട് രീതിയാണ് ഇപ്പോൾ സർപ്പങ്ങളും നാഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ കഴിയും. പിന്നീട് നാഗങ്ങൾ ദേവലോകത്ത് വസിക്കുന്നവരായിട്ടും മറ്റൊരു നാഗലോകത്ത് നാഗരാജാവിൻ്റേതായ ലോകത്ത് അല്ലെങ്കിൽ നാഗങ്ങളുടെ ലോകത്ത് വസിക്കുന്നവരായിട്ട് സർപ്പങ്ങളെ കാണുന്ന ഒരു രീതിയും നമുക്ക് സങ്കല്പത്തിലൂടെ നമുക്ക് പറയാൻ കഴിയും. ഈ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ശരിയായ നാഗാരാധനയുടെ അഭാവം കൊണ്ടാണ്. അതായത് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ അത് നാഗങ്ങളാണ് എന്ന് ഒരു സങ്കല്പമുണ്ട്. കാരണം ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് തന്നെ അനന്തൻ സ്വന്തം ശിരസിൽ ഒരു കടുകുമണി പോലെ സൂക്ഷിക്കുന്ന, എനിക്ക് ഈ അനന്തമായ ഈ പ്രപഞ്ചത്തിലെ ഒരു അംശം മാത്രം എന്നുള്ള നിലയിൽ ഭൂമിയെ കാണുന്നതായിട്ടും ആകാം. അല്ലെങ്കിൽ ഭൂമിയുടെ സംരക്ഷണം നാഗങ്ങളുടെ അനുഗ്രഹത്താലാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലും ഇപ്പം തന്നെ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുന്നത് അനന്തൻ്റെ ശിരസിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവജാലങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത് തന്നെ നാഗങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നാഗങ്ങളുടെ സ്ഥാനം കാലക്രമേണ മറ്റു ജീവികളായിരിക്കുന്ന നിരവധിയായ ജീവജാലങ്ങൾ ഭൂമിയിലേക്ക് വസിക്കാനായിട്ട് എത്തുകയും മനുഷ്യനും അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ മനുഷ്യനും ഇവിടുത്തെ ഒരു നിവാസിയായിട്ട് മാറി. അപ്പോൾ അന്നും ഉണ്ടായിരുന്ന നാഗങ്ങളെ അവരുടെ സ്ഥാനത്ത് ആണ് മറ്റുള്ള ജീവികളും താമസത്തിനായിട്ട് എത്തുന്നത്. അപ്പോൾ മനുഷ്യൻ അവൻ്റെതായ ആവശ്യങ്ങൾക്കായിട്ട്, മറ്റു ജീവികൾ അവരുടേതായ രീതിയിൽ ജീവിച്ചു പോകുന്നു, ഉള്ള സമ്പ്രദായത്തിൽ നിലനിന്ന് പോകുന്നു എന്നുള്ളതല്ല. മനുഷ്യനെ പോലെ കൂടുതൽ
എന്താണ് ചിന്തകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യനോളം മറ്റൊരു ജീവിക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വനം വെട്ടിത്തെളിച്ച് അവൻ കൃഷി ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഭൂമിയുടെ ഉപയോഗം അവൻ അവൻ്റേതായ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നാഗങ്ങളുടേതായ ഒരു സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് പ്രകൃതിക്ക് ഉണ്ടാകുന്ന വലിയ ഒരു തിരിച്ചടി അവൻ അന്ന് തന്നെ അവന് മനസ്സിലായിരുന്നു, അല്ലെങ്കിൽ അത് അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള പങ്ക് എന്നുള്ള നിലയിൽ അവർക്ക് ഒരു കരുതൽ എപ്പോഴും അവൻ കണ്ടിരുന്നു. നാഗങ്ങളെ അവൻ ആരാധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ ജീവികളെയും ആരാധിക്കുന്ന സമ്പ്രദായമാണ് ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാഗങ്ങൾ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള നിലയിൽ അവൻ ആ രീതിയിൽ കണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം അവൻ കൽപ്പിച്ചു നൽകിയിരുന്നു. അപ്പോൾ അത് ഓരോ കുടുംബങ്ങൾക്കാണെങ്കിൽ പോലും മനുഷ്യൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുടുംബങ്ങളായിട്ടും സംഘങ്ങളായിട്ടൊക്കെ മാറി അവസാനം കുടുംബങ്ങളായിട്ട് പോലും മാറിക്കഴിഞ്ഞു. അങ്ങനെ ഓരോ കുടുംബത്തിലും തറവാടുകളിലും സർപ്പങ്ങളെ ആരാധിക്കേണ്ട ഒരു ആവശ്യം അവന് അറിയാമായിരുന്നു, അവൻ ചെയ്തു വന്നിരുന്നു. പക്ഷേ കാലക്രമേണ ആ ഒരു ആരാധന പല കുടുംബങ്ങൾക്കും നഷ്ടപ്പെട്ടു പോവുകയും അത് ഗുരുതരമായ ദോഷങ്ങളിലേക്കൊക്കെ നയിക്കുകയും അങ്ങനെ സന്താനങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും മറ്റേ രോഗങ്ങളായിട്ടും ഒക്കെ തന്നെ അവനെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതൊക്കെ പിന്നീട് ഏതെങ്കിലും സമയത്ത് പ്രയാസങ്ങൾ കൂടുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൻ്റെ ജ്യോതിഷത്തിൻ്റെ ഒരു വഴിയിലൂടെ അവയെ തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് നിരവധി ആളുകൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു എന്താണ് അടുപ്പം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു ജീവിത ക്രമം അത് നിലനിർത്തി പോരുന്നതിന് ഈ ആരാധനാക്രമം വളരെയധികം സഹായകരമായിരുന്നു. അതിനകത്ത് സംഭവിച്ച വീഴ്ചകൾ നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് നിരവധിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആരാധനയുടെ ഭാഗമായിട്ടാണെങ്കിലും ശാസ്ത്രീയമായിട്ടാണെങ്കിൽ പോലും പ്രകൃതി സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം, അതില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കറിയാം. ഇനിയും ഈ ഭൂമിയിൽ നമുക്ക് വസിക്കാൻ നമുക്ക് വനങ്ങൾ കൂടിയേ കഴിയൂ എന്നുള്ളത്. ഇപ്പോൾ കൃത്രിമമായിട്ട് നമ്മൾ വനങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ട രീതിയിലേക്ക് പോലും. അപ്പോൾ ഈ വനങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വന്നിരുന്നു. അത് അവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയുടെ ഭാഗമായിട്ട് അതൊക്കെ തെറ്റാണെന്ന് കണ്ടിരുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു. വീണ്ടും ഇതൊക്കെ ശരിയാണ് എന്ന് വരുന്ന ഒരു കാലത്തേക്ക് ആളുകൾ മാറി വരികയാണ്. തീർച്ചയായിട്ടും ഇതിനൊപ്പം തന്നെ പരമമായ ഒരു സത്യം, ഭൂമി പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മനുഷ്യനും. പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും നമ്മൾ പരസ്പരം ആശ്രയിക്കുന്നതാണെന്നും എല്ലാവരും സഹജീവികളായിട്ട് തന്നെ കണ്ട് ഭൂമിയെയും വൃക്ഷലതാദികളെയും ഒക്കെ തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണെന്നുള്ള ഒരു വലിയ പാഠമാണ് യഥാർത്ഥത്തിൽ ഈ നാഗാരാധനാ സമ്പ്രദായത്തിലൂടെ നമുക്ക് പണ്ട് പൂർവികർ നമുക്ക് പകർന്നു തന്നിരുന്നത്. അത് നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ കടമ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭൂമിയിൽ നിലനിൽക്കും എന്ന കാര്യത്തിലും സംശയമില്ല. കാവുമാറ്റം എന്താണ്? അതിന് ചടങ്ങുകളുണ്ടോ? അത് ഒരു ദിവസം മതി? എങ്ങനെയാണ് അതിൻ്റെ വിഷയം? കാവുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ വനങ്ങൾ ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് മനുഷ്യർക്ക് താമസിക്കുന്നതിനൊക്കെ തന്നെ പ്രയാസം ഉള്ള ഒരു രീതിയുണ്ട്. കാരണം ഈ വനങ്ങളിൽ താമസിക്കുമ്പോൾ അത് കുറച്ച് ദുഷ്കരമായ, കാരണം അവിടെ വന്യമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളു. അപ്പം മനുഷ്യൻ അവന് ഏറ്റവും സൗകര്യപ്രദമായ നിലയിൽ താമസിക്കുവാനായിട്ട് അവൻ തിരഞ്ഞെടുത്തത് ഈ കൊടുംകാട് അല്ലാതിരിക്കുന്ന ചെറിയ രീതിയിലുള്ള വനങ്ങൾ അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ വാസസ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രകൃതിയുടേതായ ആ ഒരു വനത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ ചെറിയ വനങ്ങൾ, ചെറുവനങ്ങൾ എന്ന് പറയാം, അതിനെ ആണ് പിന്നീട് മനുഷ്യൻ്റെ താമസത്തോടു കൂടി അവനതിനെ കുറേയൊക്കെ കൃഷിക്കൊക്കെ ആയിട്ടൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തി. അങ്ങനെ എന്നാൽ കുറച്ച് ഭാഗങ്ങൾ അവൻ നിലനിർത്താൻ ശ്രമിച്ചു. അങ്ങനെ നിലനിർത്തിയിരിക്കുന്ന ആ സസ്യ സമ്പത്താണ് കാവുകളായിട്ട് നമുക്ക്
പറയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ട ആ കാവുകൾ ഏറെക്കുറെ എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ധാരാളമായിട്ട്, തീരപ്രദേശം എന്ന് ഉദ്ദേശിച്ചത് മലനിരകൾക്ക് ഇപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ചെറുവനങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യവാസവും കൂടുതലായിട്ട് വന്നപ്പോൾ കാവിനും മനുഷ്യനും അവർ പങ്കിട്ടെടുത്ത് കാവിനുള്ള സ്ഥാനം കാവിനും, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടൊരു പ്രത്യേക സ്ഥാനം എടുക്കും. അങ്ങനെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ധാരാളമായിട്ട് കാവുകൾ, അത് കാവുകൾ നാഗങ്ങളുടേതായ കാവുകളുണ്ട്, മറ്റേ ദേവിമാരുടെ, അതായത് ഭഗവതിക്കാവുകൾ ധാരാളമുണ്ട്, പിന്നീട് ശാസ്താവിൻ്റെ കാവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ദേവതമാർക്കും കാവുകൾ എന്നുള്ള നിലയിൽ അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് അത്തരത്തിൽ കാവുകൾ സംരക്ഷിച്ചു വന്നു. അങ്ങനെ സംരക്ഷിച്ചു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ ആരാധനാ സ്ഥാനങ്ങളായിട്ട് ഈ കാവുകൾ മാറിയത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ആ കാവുകളെ ഓരോ കുടുംബത്തിനും അവകാശപ്പെട്ടതായിട്ട് മാറുകയും ആ കുടുംബങ്ങളുടെ ഒരു ശൈഥില്യം, അതായത് വലിയ കൂട്ടുകുടുംബങ്ങളൊക്കെ തന്നെ ഇല്ലാതായി അണുകുടുംബങ്ങളായിട്ട് മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആരാധന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി. പിന്നീട് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന മറ്റു തരത്തിലുള്ള വികസനങ്ങൾ, ഇപ്പം റെയിൽ റോഡ് ഗതാഗതങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തന്നെ നിലവിലുള്ള കാവിൻ്റെ അവസ്ഥയൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ തറവാടിനും കൃത്യമായിട്ടുണ്ടായിരുന്ന കാവുകളെ അത് സംരക്ഷിക്കാൻ കഴിയാതെ വരികയും അവർക്കത് ദോഷങ്ങളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സ്ഥാനം, പ്രതിഷ്ഠകളുണ്ടെങ്കിൽ ആ കാവിൻ്റെ സ്ഥാനം അത് ഉചിതമായ സ്ഥലത്തേക്ക്, അവരെ ആരാധിക്കുന്നതിൻ്റെ ആ ഒരു പോരായ്മ കൊണ്ട് സംഭവിക്കുന്ന ദോഷങ്ങളുടെ പരിഹാരം എന്നുള്ള നിലയിൽ അവർക്ക് ഉചിതമായ സ്ഥാനത്തേക്ക് അവയെ മാറ്റി ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ പ്രധാനമായിട്ടും നാഗക്ഷേത്രങ്ങളിലേക്ക്, നാഗാരാധനയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആ കാവുകളെ മാറ്റി കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ച് അവിടെ വർഷത്തിലൊരിക്കൽ പൂജകൾ നടത്തി പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ കാവ് മാറ്റം എന്നുള്ളതിലൂടെ നമുക്ക് കണ്ടു തുടങ്ങിയ ഒരു കാര്യം. കാവുമാറ്റം പരമാവധി നമ്മൾ അതാത് സ്ഥലങ്ങളിൽ വേണം എന്നുള്ള ഒരു നിഷ്ഠയാണ് ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മളും വയ്ക്കുന്നത്. കാരണം കാവിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ജനങ്ങളും തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ കാവുമാറ്റം ധാരാളമായിട്ട് ഇപ്പോൾ നടക്കുന്നില്ല. എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ റെയിൽവേ ഒക്കെ വന്ന സമയത്ത് കുറേയേറെ കാവുകൾക്ക് സ്ഥാനമാറ്റം തേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇതേപോലെ കാവ് മാറ്റി ഇവിടെയൊക്കെ സ്ഥാപിക്കുന്ന സമ്പ്രദായം ഉണ്ട്. സ്ത്രീകൾക്ക് കാവിൽ വിളക്ക് കത്തിക്കാമോ? സ്ത്രീകൾ തീർച്ചയായിട്ടും അവരുടേതായ ആ ഒരു ശരീരശുദ്ധിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് പോലെ തന്നെ കാവിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധാരണഗതിയിൽ പാടില്ല എന്നുള്ളതാണ്. കാരണം കാവുകളിൽ പ്രവേശനം പൊതുവെ നിഷിദ്ധമാണ്. ആ സന്ദർഭങ്ങളിൽ ആവശ്യമായ വർഷത്തിലൊരിക്കൽ പൂജ നടക്കുന്ന സമയങ്ങളിൽ ചുമതലപ്പെട്ടവർ മാത്രമാണ് കാവിനുള്ളിൽ പ്രവേശിക്കുകയും അതുപോലെ കാവിനകത്ത് ഇരുമ്പ് തൊടിയിക്കുക, അല്ലെങ്കിൽ കാവിന് വൃക്ഷങ്ങൾ വെട്ടുന്നതിനെയാണ് തൊടിക്കുക, അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി കാവ് തീണ്ടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് സങ്കല്പം. പക്ഷേ അവിടെ സ്ത്രീകൾക്ക് അവരവരുടെ കുടുംബത്തിലെ കാവിൽ വിളക്ക് കത്തിക്കുന്നതിനോ ഒന്നും തന്നെ യാതൊരു തടസ്സവുമില്ല. അവരുടെ ശരീരശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല. അത് പതിവായിട്ട് കൂടുതലും സ്ത്രീകൾ തന്നെയാണ് കുടുംബങ്ങളിൽ ചെയ്തു വന്നിരുന്നത്. പിന്നെ സ്ത്രീകളും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാം എന്നുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് വലിയൊരു വ്യത്യാസമില്ലാതെ തന്നെ അത് ചെയ്യാവുന്നതാണ്. ഈ നമ്മൾ സാധാരണ പ്രകൃതിയിൽ സർപ്പത്തെ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഈ പാമ്പിൻമുട്ട അറിഞ്ഞോ അറിയാതെയും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. നശിപ്പിക്കാറുള്ള പരിഹാരം എന്താണ്? പിന്നെ അതേപോലെ തന്നെ കാവിലെ മരങ്ങൾ ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പം മറിഞ്ഞൊക്കെ വീഴുക, മുറിക്കുന്ന ദോഷമാണോ? അങ്ങനെ മുറിച്ചാലുള്ള പരിഹാരം എന്താണ്? അതായത് ഇതൊക്കെ തന്നെ കാവുകളുടെ ഒരു നാശത്തിന് വഴിവെക്കുന്ന കാരണങ്ങളാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ. അതായത് വൃക്ഷങ്ങൾ വെട്ടുക, അല്ലെങ്കിൽ കാവിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ സ്വാഭാവികമായിട്ടും ഇല്ലാതാകുന്നു എന്നത് കൂടാതെ അത് മനഃപൂർവ്വം അവിടെ അതില്ലാതാക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് അത് ഒരു ദോഷമായിട്ട് സംഭവിക്കുന്നത്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ
അതിനെ വിധിയാവണ്ണം അതിനെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് ഒരു ദോഷമില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. ഇപ്പം മരം വെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു വീടിൻ്റെ മുകളിലേക്ക് പണ്ട് കാലത്ത് കാവിനോട് ചേർന്ന് വീട് വെക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥലലഭ്യതയുടെ കുറവൊക്കെ കൊണ്ടും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ട് വരുമ്പോഴൊക്കെയാണ് കാവിൻ്റെ അടുത്തോട്ടൊക്കെ ആളുകൾ വീട് വെക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ചും കാവുകളുള്ള സ്ഥലത്തെ മരങ്ങൾ വെട്ടുമ്പോൾ അത് വളരെയധികം, കാരണം അവിടെ അവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട, അല്ലെങ്കിൽ ആ സ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് വേറെ പോകാൻ മാർഗമില്ലാതെ വരുമ്പോൾ അവർ സ്വാഭാവികമായും ഇപ്പോൾ നമ്മുടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നത് പോലെ അവർക്കിരിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ സംഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളും സർപ്പങ്ങളുടെ കാര്യത്തിലും സംഭവിക്കും. കാരണം സർപ്പങ്ങളും നമ്മളോടൊപ്പം തന്നെ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവികൾ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മളെക്കാൾ മുൻപിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളെക്കാൾ ഈ ഭൂമിയുടെ അവകാശികളെന്ന് കരുതപ്പെടുന്നവർക്ക് ഒരു ആരാധനയോടുകൂടിയാണ് നമ്മൾ അവരിൽ നിന്ന് ഉള്ള ബന്ധം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന ഒരു രീതിയിൽ കാവുകളെ ഇല്ലാതാക്കാവുന്ന, സർപ്പങ്ങളെ ഹിംസിക്കുക. കാരണം അവർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് അവർക്ക് ഇരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവർ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ആ സർപ്പങ്ങളെ ഇല്ലാതാക്കുകയും അത് അവർക്ക് ജീവനാശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതും ഒരു വലിയ ദോഷമായിട്ട് ഭവിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ ആവാസ സ്ഥലങ്ങളിലുള്ള, കാരണം മുട്ടയിടാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി വരും. അപ്പോൾ അവർ ചിലപ്പോൾ അവർ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ വന്ന് മുട്ടയിടുന്നത്. അപ്പം ആ മുട്ടയൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഒരു സന്തതി പരമ്പരകൾക്കുണ്ടാകുന്ന നഷ്ടം അത് നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ നമുക്കും അത്തരത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ സന്തതി പരമ്പരകൾക്കും സന്താനങ്ങൾക്കൊക്കെ തന്നെ ദുരിതങ്ങൾ ആയിട്ടുമൊക്കെ അത് മാറുന്നതിന് ഇടയാകും. അതുകൊണ്ടാണ് സർപ്പദോഷം ഏറ്റവും വലിയ ആളുകൾക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരവസ്ഥയായിട്ട് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം പണ്ടുണ്ടായിരുന്ന ആ ഒരു വലിയ ഒരു സങ്കല്പത്തിനെ എങ്ങനെയൊക്കെയോ അത് നഷ്ടമായി പോയി. ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഇപ്പോൾ അനിവാര്യമായ ഒരു ഘട്ടത്തിലേക്ക് ഇത്തരത്തിലുള്ള ദോഷദുരിതങ്ങൾ അവരനുഭവിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അവർ പരിഹാരങ്ങൾ തേടി നാഗക്ഷേത്രങ്ങളിലോ ഇവിടെ ധാരാളമായിട്ട് ആളുകൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ എത്തിച്ചേരുകയും അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ നിർവഹിച്ച് അവർ സന്തോഷമായിട്ട് അത്തരത്തിലുള്ള ദോഷദുരിതങ്ങൾ മാറി പോവുകയും ചെയ്യുന്നത്. നാഗപൂജ നടത്താൻ പാടില്ലാത്ത ദിവസങ്ങൾ. നാഗപൂജ നടത്താനായിട്ട് ഒഴിവാകുന്ന ദിവസങ്ങൾ സാധാരണഗതിയിൽ ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ നടത്താറില്ല. നാഗപൂജ ഒഴിവാക്കുന്ന ഒരു ദിവസമാണ് ഏകാദശി. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതാണ് കന്നിമാസത്തിലെ ആയില്യം വരെ, ഇടവം 15 മുതൽ അവരുടെ പുറ്റടവിൻ്റേതായ ആ കാലഘട്ടത്തിൽ നാഗപൂജയോ അങ്ങനെയുള്ള കാര്യങ്ങളും വിശേഷിച്ച് സാധാരണ ആർക്കും ചെയ്യാൻ കഴിയും. പിന്നെ നാഗക്ഷേത്രങ്ങളിൽ അവിടെ നിത്യപൂജയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എന്നുള്ള നിലയിലുള്ളത് കൊണ്ട് അവിടെ ചെയ്യുന്നതിന് തകരാറില്ല. അത് ചെയ്യേണ്ടതാണ്. നിത്യവും ചെയ്തു വരുന്ന കാര്യത്തിനെ തുടർച്ചയായിട്ട് തന്നെ മാറ്റി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഈ മണ്ണാറശാലയിലെ ഭജനമിരിക്കുന്നതിൻ്റെ ചിട്ടകൾ എന്തൊക്കെയാണ്? ഭജനമിരിക്കുമ്പോൾ അതായത് കൂടുതൽ ദിവസം ഭഗവാനെ ഭജിച്ച് രോഗശാന്തി, പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ മാറുന്നതിന് ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ചും സ്വമേധയാ തോന്നിയൊക്കെ തന്നെ ആളുകൾക്ക് ഭജനം ഇരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭജനം ഇരിക്കുമ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന് അമ്മയുടെ അനുവാദം വാങ്ങിക്കണം. ഭജനം ഇരിക്കുന്നതിനായിട്ട് അമ്മയുടെ അനുമതി വാങ്ങിച്ച് ഇവിടെ തന്നെ, അതായത് ഈ ക്ഷേത്ര സങ്കേതത്തിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അത് 3 ദിവസമാകാം, 1 ദിവസമാകാം, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചിതമായ ആ വിശേഷ ദിവസങ്ങൾ 1, 3, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 12 ഇങ്ങനെയൊക്കെയുള്ള ആ ദിവസങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം,
1 മാസം അല്ലെ ആ ഒരു ഒരു കാലയളവ് ഉചിതമായ നിശ്ചയിക്കുന്ന ആ കാലയളവ് ജ്യോത്സ്യത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ദിവസങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് ഭഗവത് സന്നിധിയിൽ തന്നെ കഴിയുകയും ആഹാരം കഴിക്കുന്നത് ഒരു നേരം മാത്രമായിട്ട് കഴിക്കും. അത് ഭഗവാന്റെ നിവേദ്യം മാത്രം ഭക്ഷിച്ച് വൈകുന്നേരം വരെയും പ്രാർത്ഥനയോടുകൂടി തുടരുക. രാത്രിയായി കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കാൻ പാടില്ല. ഉച്ചയ്ക്കത്തെ ആ ഭക്ഷണം അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഫലവർഗ്ഗങ്ങൾ അത്യാവശ്യമാണെങ്കിൽ ഫലവർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. മറ്റേ ചോറും അങ്ങനെയുള്ള വേവിച്ച ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാനായിട്ട് അത് ഒരു നേരം മാത്രമേ പാടുള്ളൂ. പിന്നെ പാരമ്പര്യം നിവേദിക്കുന്ന ആ നിവേദ്യ പ്രസാദം പാരമ്പര്യം സേവിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ ജലപാനം പോലും പാടുള്ളൂ. ആ രീതിയിൽ പ്രാർത്ഥനയും പ്രദക്ഷിണവും ഒക്കെ ആയിട്ട് നമ്മൾ കഴിയുന്നതിനാണ് ഭജനം എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തിലൂടെ ചെയ്തു വരുന്നത്. സർപ്പംപാട്ട് എന്താണ്, എന്തിനാണ് നടത്തുന്നത്, അതിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെയാണ്? സർപ്പങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സർപ്പങ്ങളും മനുഷ്യരും ഏതാണ്ട് ഒരേ ഭാവത്തിലേക്ക് രണ്ടുപേരും എത്തുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഈ സർപ്പംപാട്ട് എന്ന് പറയുന്നത്. കാരണം സർപ്പങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് സർപ്പങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വ്രതാനുഷ്ഠാനങ്ങളോടെ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വ്രതാനുഷ്ഠാനത്തോടെ സർപ്പങ്ങളുടെ പിണിയാളുകൾ എന്നുള്ള നിലയിൽ ആ ഒരു നിലയിലാണ് സർപ്പംപാട്ടിന് പങ്കെടുക്കുന്നത്. അത് പലതരത്തിൽ ഇപ്പം ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചോ 41 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വഴിപാടല്ല, ഒരു അനുഷ്ഠാനമാണ് ഈ സർപ്പംപാട്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് നടന്നത് 1976-ലാണ്. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ അത് നാഗരാജാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അമ്മയായിരിക്കും സർപ്പംപാട്ടിൽ പങ്കെടുക്കുന്നത്. പിന്നീട് സർപ്പേക്ഷമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇളയമ്മയായിരിക്കും. പിന്നീട് നെലവറയിലെ മുത്തശ്ശൻ്റെ സ്ഥാനത്തും അതുപോലെ തന്നെ കരുനാഗം, മണിനാഗം, പറനാഗം, എരിനാഗം, ഇങ്ങനെ പിന്നെ ഇതേപോലെ പല തരത്തിലുള്ള നാഗങ്ങളുടെ ആളുകളായിട്ട് പ്രത്യേകം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി സ്ത്രീകളുടെ ഒരു പങ്കാളിത്തവും ഉറപ്പിച്ചുകൊണ്ടാണ് ഈ സർപ്പംപാട്ടിൻ്റെ നടക്കുന്നത്. പിന്നെ സർപ്പംപാട്ടെന്ന് പറയുമ്പോൾ സർപ്പം തുള്ളലിനാണ് ഞാൻ ഈ പറഞ്ഞ ആ തുള്ളൽ അവരുടേതായ ആ ശക്തിവിശേഷത്തെ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അവരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അവർ ആ ഭാവത്തിൽ സർപ്പങ്ങളായിട്ട് തുള്ളൽ നടത്തുന്ന, അല്ലെങ്കിൽ അവരവരുടേതായ കാവുകളിലേക്കൊക്കെ തന്നെ അനുഗ്രഹിച്ച് പല കാവുകളിലൂടെ ഓരോരോ കാവുകളിലേക്കൊക്കെ പ്രവേശിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു പൂജയുടെ അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സർപ്പം തുള്ളൽ എന്ന് പറയുന്നത്. ഈ സർപ്പം തുള്ളൽ എന്ന് പറയുമ്പോൾ അതിന് പുള്ളവന്മാരുടെ സർപ്പം പാട്ടും കൂടി അതിനോടൊപ്പം തന്നെ, അതുകൊണ്ടാണ് സർപ്പം പാട്ടും സർപ്പം തുള്ളലും എന്ന് പറയുന്നത്. സർപ്പം തുള്ളലിനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആളുകളായിരിക്കും ഈ ദേവതമാരുടെ അല്ലെങ്കിൽ നാഗങ്ങളുടെ സ്ഥാനത്ത് ആ സങ്കല്പത്തിൽ അവരുടേതായ പങ്ക് അവർ നിർവഹിക്കുന്നത്. പുള്ളവന്മാർ പാട്ടുപാടുകയും അവർ നാഗക്കളങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള നാഗക്കളങ്ങൾ, അത് ഇത്ര ദിവസം, ഒരു നിശ്ചിത ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റില്ല. അത് ആ പൂജയുടെ അല്ലെങ്കിൽ ഈ ഒരു സർപ്പംപാട്ടിൻ്റെ ആയ ആ ദിവസങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അല്ലെങ്കിൽ ഭഗവാന്റെ അരുളപ്പാടോടുകൂടി എത്ര ദിവസമാണോ കൊണ്ടുപോകുന്നത് അത്രയും ദിവസങ്ങൾ ഈ സർപ്പംപാട്ട് നടത്തിക്കോണം എന്നാണ്. തുടങ്ങിയാൽ അവസാനിക്കണമെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഭഗവാനും മനുഷ്യനിലൂടെ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലാണ് ഈ സർപ്പംപാട്ടിൻ്റെ
കപ്പം തുള്ളലിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആളുകൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരുടെയും പ്രതിനിധികൾ അല്ലെങ്കിൽ അവരുടെ ഭാവത്തിലാണ് ഓരോരുത്തരെയും കാണുന്നത്. അപ്പോൾ അവർ നാഗരാജാവ് ആണ് നിശ്ചയിക്കുന്നത് എന്ന് അവസാനിപ്പിക്കണം. തുടങ്ങിയാൽ ഉചിതമായ സമയത്ത് അത് തുടങ്ങിയാൽ ഏറ്റവും ഭംഗിയായിട്ട് അതിനെ നടത്തിക്കൊണ്ടു പോവുകയും തുടർന്ന് ഭഗവാന്റെ നിർദ്ദേശം വരെ അത് തുടരണം എന്നാണ് അവസാനിപ്പിക്കാൻ പറയുന്നത്. അന്ന് വരെയും ആ ചടങ്ങുകൾ കൃത്യമായിട്ട് നടക്കണം. അതിനകത്ത് പുള്ളവന്മാരുടെ ഒരു വലിയ ഒരു പങ്ക് അതിനകത്തുണ്ട്. അവരുടെ പാട്ടും അവരുടെ കളമെഴുത്തും ഒക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ പുള്ളവന്മാരുടെയും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രത്തിലെ അമ്മമാരുടെയും അതുപോലെ ക്ഷേത്രത്തിനുമായിട്ട് സഹകരിക്കുന്ന മറ്റു കുടുംബങ്ങളിലെ സ്ത്രീജനങ്ങളൊക്കെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടിയുള്ള ഒരു പങ്കാളിത്തം ആവശ്യമായ ഒരു വലിയൊരു അനുഷ്ഠാന ക്രിയയാണ് സർപ്പം തൊഴിലും സർപ്പം പാട്ടും. ദർശനക്രമം, മണ്ണാർശാലിലെ ദർശനക്രമം. ഇവിടെ ഭഗവാനെ ദർശിക്കുവാനായിട്ട് ഒരു പ്രത്യേക ക്രമം തന്നെയാണുള്ളത്. കാരണം ക്ഷേത്രത്തിലെ ഭഗവാന്റെ നേരെ നടയിൽ കൂടെ വന്ന് നേരിട്ട് ദർശിക്കുന്ന ഒരു സമ്പ്രദായമല്ല ഉള്ളത്. ആദ്യം സർപ്പേക്ഷമ്മയുടെ നടയിൽ നിന്ന് സർപ്പേക്ഷമ്മയെ ദർശിച്ചതിന് ശേഷമാണ് നാഗരാജാവിൻ്റെ നടയിലേക്ക് എത്തുന്നത്. അപ്പോൾ 2 ശ്രീകോവിലാണുള്ളത്. വലതുവശത്തായിട്ട് നാഗരാജാവിൻ്റെയും ഇടതുവശത്തായിട്ട് സർപ്പേക്ഷമ്മയെ. അപ്പോൾ പടിഞ്ഞാറ് നിന്നാണ് സാധാരണഗതിയിൽ പ്രവേശനം. ഈ കിഴക്കൂടെ വരികയാണെങ്കിൽ പോലും നേരെ നാഗരാജാവിൻ്റെ നടയിലേക്കല്ല പ്രവേശനം. ആദ്യം സർപ്പേക്ഷമ്മയുടെ നടയിൽ ദർശനം, അവിടെ തൊഴുതതിന് ശേഷം വഴിപാടുകളൊക്കെ അവിടെ സമർപ്പിക്കാം. അതിനുശേഷം നാഗരാജാവിൻ്റെ നടയിലേക്ക് വന്ന് അവിടെയും പ്രാർത്ഥനകളും വഴിപാടുകളെല്ലാം സമർപ്പിച്ചാൽ പിന്നീട് ക്ഷേത്രത്തിന് നേരെ തെക്കുഭാഗത്തായിട്ടാണ് നാഗചാമുണ്ഡി, ഭഗവാന്റെ സഹോദരി സ്ഥാനമാണ് നാഗചാമുണ്ഡിക്കുള്ളത്. അപ്പോൾ നാഗചാമുണ്ഡി നാഗേക്ഷിയും ചിത്രകൂടങ്ങളിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രകൂടം നേരെ തെക്ക് ഭാഗത്തായിട്ട് നാഗചാമുണ്ഡിയാണ്. നാഗചാമുണ്ഡിയെ തൊഴുത് അവിടെയും വഴിപാടുകളൊക്കെ സമർപ്പിച്ച് വീണ്ടും പ്രദക്ഷിണം തുടർന്നാൽ നാഗേക്ഷിയുടെ നടയിലേക്കാണ് അവിടെ എത്തുന്നത്. അങ്ങനെ നാഗേക്ഷമ്മയെ തൊഴുത് വീണ്ടും വടക്കോട്ട് തന്നെ വന്ന് വടക്കേ നടയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് ദർശനത്തിൻ്റെ ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു പ്രദർശനം പൂർത്തിയാകും. അപ്പം അങ്ങനെ ആ ഒരു പ്രദർശനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നേരെ ഇല്ലത്തേക്കാണ് ഉള്ള വഴിയാണ്. ഇല്ലത്തേക്കുള്ള വഴിയിൽ നമ്മൾ പോകുമ്പോൾ ആദ്യം ഇടതുവശത്തായിട്ട് നമുക്കൊരു കാവ് കാണാം. ആ കാവ് എന്ന് പറയുമ്പോൾ അത് നാഗേക്ഷിയുടെ കാവാണ്. അപ്പോൾ ആ നാഗേക്ഷിയുടെ കാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ ഉള്ള എല്ലാ വിധത്തിലുമുള്ള സർപ്പങ്ങളുണ്ട്. അതായത് പലതരത്തിലുള്ള നാഗരാജാവിൻ്റെ ആയിട്ടും നാഗേക്ഷിയുടെയും സർപ്പേക്ഷിയുടെയും നാഗചാമുണ്ഡിയുടെയും ഒക്കെ തന്നെ വിഗ്രഹങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. അത് വ്യത്യസ്തമായിട്ടുള്ള തറവാടുകളിൽ ഒരു കാലത്ത് ആരാധിക്കപ്പെടുകയും പിന്നീട് എന്തൊക്കെയോ കാരണങ്ങളാൽ ഇവിടേക്ക് മാറ്റപ്പെടുകയും ചെയ്ത കാവുകളാണ്. അപ്പോൾ കാവ് മാറ്റത്തിലൂടെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വിഗ്രഹങ്ങൾ കുടികൊള്ളുന്ന കാവാണ് നാഗേക്ഷി കാവ് ആയിട്ട് ഉള്ള നമ്മൾ പ്രതിഷ്ഠക്കാവെന്ന് പറയും. ആ കാവാണ് നേരെ ഇടതുവശത്തായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്തായിട്ട് പൂജയ്ക്കായിട്ട് അമ്മയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും പൂജയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുളിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത് അവിടെയാണ്. ആ കുളത്തിൽ കുളിച്ചാണ് ക്ഷേത്രത്തിൽ പൂജ. മറ്റു കുളങ്ങളിൽ കുളിച്ചാൽ ഉണ്ടാകുന്നതല്ല, ആ ശുദ്ധി പോരാ. ഈ കുളത്തിൽ തന്നെ കുളിച്ചുള്ള ഒരു ശുദ്ധി വേണം പൂജയ്ക്കായിട്ട് പോകുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ മുൻപോട്ട് പോകുമ്പോഴാണ് വലതുവശത്ത് ആ കുളത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് ആ കാവുണ്ട്. ആ കാവ് മണിനാഗവും കരുനാഗവും കുടികൊള്ളുന്ന കാവാണ്. അങ്ങനെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡായ കുളത്തിൻ്റെ ഏകദേശം പടിഞ്ഞാറ് ഭാഗമായിട്ട് വരും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അമ്മമാരായിട്ടുള്ള ആളുകളുടെ അവരുടെ സമാധി ആയിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സംസ്കാര ക്രിയകൾ നടത്തുന്ന ഒരു സ്ഥാനമാണ് അവിടെ. അപ്പോൾ അത് അമ്മയ്ക്ക് മാത്രമുള്ള ഒരു അമ്മമാർക്ക് മാത്രമുള്ള ഒരു അവകാശമാണത്. കാരണം കുടുംബത്തിലെ
നേരെ തെക്ക് ഭാഗത്തായിട്ട് ഉള്ള ആ സ്ഥാനത്ത് മറ്റാർക്കും തന്നെ കുടുംബത്തിലെ സംസ്കാര ക്രിയകൾ അവിടെ നടത്താൻ പാടില്ല. കാരണം ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇല്ലം എന്നുള്ളതുകൊണ്ട് അതിനോട് ചേർന്ന് മറ്റ് ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാരമൊന്നും അവിടെ പതിവില്ല. പക്ഷേ ഭഗവാന്റെ അമ്മയായതുകൊണ്ട് അമ്മമാർക്ക് മാത്രം സവിശേഷമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ്. ആ സംസ്കാരക്രിയ, അമ്മമാരുടെ സംസ്കാരക്രിയ മാത്രം അവിടെ നടത്തും. അപ്പോൾ അതിനുള്ള ഒരു സ്ഥാനമാണ് അമ്പലത്തിൽ നിന്ന് മണിനാഗക്കാവിന് ഏകദേശം ഓപ്പോസിറ്റായിട്ട് നമ്മൾ കാണുന്ന പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണുന്ന ആ സ്ഥാനം. അതിനുശേഷം ഇല്ലത്തേക്കുള്ള ഗേറ്റാണ്. ആ ഗേറ്റ് കടന്ന് അങ്ങോട്ട് വരുമ്പോൾ നാലുകെട്ടിൻ്റെ പൂമുഖത്താണ്, വലിയ പൂമുഖം എന്ന് പറയും. ആ പൂമുഖത്തെത്താം. പൂമുഖത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഒരു അറയാണ്. ആ അറയുടെ താഴെയാണ് നിലവറ. അവിടുന്ന് നിലവറയിലാണ് അനന്തൻ്റെ അവതാരമായ നിലവറയിലെ മുത്തശ്ശൻ കുടികൊള്ളുന്ന ചിരഞ്ജീവിയായിട്ട് ഇന്നും ഭക്തജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം അനുഗ്രഹം നൽകി അവിടെ വസിക്കുന്ന അനന്തൻ, അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് ആ നിലവറ. പിന്നീട് നിലവറയോട് ചേർന്ന് തന്നെയാണ് തെക്കേ തളം. ആ തളത്തിലാണ് ആയില്യം പൂജയൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം. അവിടെ അതിനോട് ചേർന്ന് തന്നെയാണ് കുടുംബത്തിലെ തേവാരപ്പുര. തേവാരപ്പുരയിൽ നാഗരാജാവിൻ്റെ സർപ്പേശ്വരന്റെയും വിഗ്രഹങ്ങൾ ആയില്യം പൂജയ്ക്ക് വേണ്ടി എഴുന്നള്ളിച്ചിരുത്തുന്ന വിഗ്രഹങ്ങളാണ്. അത് ആ തേവാരപ്പുരയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടുന്ന് ആയില്യ ദിവസം പുറത്തേക്ക് എഴുന്നള്ളിച്ച് അവിടെ വെച്ച് പൂജകൾ നടത്തും. കൂടാതെ അവിടെ ശിവനും വിഷ്ണുവും ഗണപതിയും ആനന്ദവല്ലിയും ദുർഗയും പിന്നീട് സാളഗ്രാമത്തിൽ നരസിംഹമൂർത്തിയുടെ ഒരു സങ്കല്പത്തിൽ ഒരു സാളഗ്രാമമൊക്കെയാണ് അവിടെ ദേവാലയമൂർത്തികളായിട്ട് ഉള്ളത്. അവിടെ അത് തൊഴുത് കഴിഞ്ഞാൽ പിന്നീട് അതിനോട് ചേർന്ന് നിലവറയുടെ തൊട്ട് വടക്കു ഭാഗത്തുള്ള ഒരു മുറിയുണ്ട്. ആ മുറി അമ്മമാർ ഇരിക്കുന്ന ഒരു സ്ഥാനമാണ്. അവിടെയാണ് അമ്മമാർ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നത്. സാധാരണയായിട്ട് വിശേഷ ദിവസങ്ങളിൽ അമ്മ തെക്കേ തളത്തിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ അമ്മ തേവാരം കഴിക്കാൻ ഇല്ലത്തെത്തിയാൽ അല്ല അമ്പലത്തിൽ വന്നാൽ അമ്പലത്തിൽ ഇരിക്കുന്ന സ്ഥലം അമ്പലത്തിൽ തന്നെ നാഗരാജാവിൻ്റെ നടയുടെ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള ആ ഒരു മുറിയുണ്ട്. തേവാരപ്പുര എന്നാണ് അമ്മയുടെ തേവാരപ്പുര. അപ്പോൾ അവിടെ നിത്യമായും തേവാരപ്പൂജ ഇത് കഴിഞ്ഞാൽ പിന്നീട് അമ്മ വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ നിലവറയോട് ചേർന്നുള്ള ഈ കോമ്പുരയിലാണ്. ആ കോമ്പുരയ്ക്കകത്ത് അമ്മയുടെ സ്ഥാനമാണ്. പിന്നീട് അവിടെ നിലവറയിലും അമ്മയെയും കണ്ടു തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ച് ഇല്ലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നടക്കാം. അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു കൂളത്തറ ഉണ്ടായിരുന്നു. അവിടെ കൂളം ഉണ്ടായിരുന്നു. ആ കൂളത്തിൻ്റെ തറയാണ് അവിടെയുള്ളത്. അവിടെ തൊഴുത് അതിൻ്റെ പുറകിലായിട്ട് ആലക്കോട്ടുകാവൽ എന്ന് പറയുന്ന ഒരു കാവാണുള്ളത്. അപ്പോൾ ആ കാവിലും തൊഴുത് പ്രദക്ഷിണമായിട്ട് അപ്പൂപ്പൻ കാവിൽ എത്തും. അതായത് നിലവറയിലെ മുത്തശ്ശൻ്റെ കാവാണത്. നിലവറയിലെ മുത്തശ്ശൻ്റെ കാവിലും തൊഴുത് വീണ്ടും മുന്നോട്ട് വടക്കോട്ട് തന്നെ നടക്കുമ്പോഴാണ് ഇടതുവശത്തായിട്ട് കുരിയാങ്കാവിൽ ശാസ്താവിൻ്റെ നടയിലെത്തുന്നത്. അങ്ങനെ ശാസ്താവിനെ തൊഴുത് വീണ്ടും വടക്കോട്ട് ചെല്ലുമ്പോൾ ആ കുളത്തിനോട് ചേർന്ന് അവിടെ കുഴിക്കുളങ്ങര ഭഗവതിയും അവിടെ ഒരു ശാസ്താവുണ്ട്. നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തെ ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാറ്റിയ ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ കോമ്പൗണ്ടിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നീട് അമ്പലത്തിൻ്റെ ഇല്ലത്തിൻ്റെ ഏതാണ്ട് വടക്ക് ഭാഗത്തായിട്ട് പുലക്കാവ് ഉണ്ട്. അപ്പോൾ പുലക്കാവിൽ പൂജ എന്ന് പറയുമ്പോൾ അത് കുംഭമാസത്തിലെ ആയില്യത്തിന് ശേഷം വരുന്ന ഒരു ദിവസം, ആയില്യ ദിവസം, ആയില്യം പൂജ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവിടെ നൂറും പാല്, അതും അമ്മയുടെ നേതൃത്വത്തിലാണ് ആ പുലക്കാവിലും പൂജ നടക്കുന്നത്.
അപ്പോൾ പൂജ നടക്കുന്ന കാവ് പുലക്കാവിൽ, പിന്നെ അപ്പുപങ്കാവിൽ, പിന്നെ മണിനാഗം കാവ്, പിന്നീട് ആലപ്പൊട്ട് കാവ്, പിന്നെ നാഗേക്ഷി കാവ്. ഇത്രയും കാവുകളിലാണ് പൂജ വർഷത്തിലൊരിക്കൽ നടക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥാനങ്ങൾ പ്രധാനമായിട്ടും തൊഴാനുള്ള സ്ഥാനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാം. ആയില്യത്തിൻ്റെ തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ എന്നു മുതലാണ് ആരംഭിക്കുന്നത്? തുലാമാസത്തിലെ ആയില്യവും കന്നിമാസത്തിലെ ആയില്യവും തുല്യമായ പ്രാധാന്യത്തിലാണ് ഇവിടെ ആചരിച്ചു വരുന്നത്. അപ്പോൾ അത് തുലാമാസത്തിലെ ആയില്യത്തിൻ്റെ തലേ ദിവസം പൂയം, അമ്മയുടെ 12 ദിവസത്തെ പൂജ, അതായത് പൂയത്തിന് 12 ദിവസം മുൻപാണ് അമ്മയുടെ പൂജ തുടങ്ങുന്നത്. ആ പൂജയുടെ ഇടയിൽ രോഹിണി നാൾ മുതൽ ഏതാണ്ട് പുണർത്തത്തിൻ്റെ അന്ന് 4 ദിവസം, പുണർത്തിന് 4 ദിവസം മുൻപ്, ഏകദേശം രോഹിണി തന്നെയാണത്. ആ രോഹിണി നാളിൽ രോഹിണി, പിന്നെ മകയിരം, തിരുവാതിര, ഉണർവ്, ഈ 4 ദിവസങ്ങളിലായിട്ട് മുഴുക്കാപ്പ് ചാർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഭഗവാന് ചന്ദനം, കളഭം നമ്മൾ പ്രത്യേകം അതിനെ നമ്മൾ ചന്ദനം അരയ്ക്കാനായിട്ട് തന്നെ നമുക്ക് അതിനെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ചന്ദനം ചാണകത്തിൽ അരച്ച് ഏറ്റവും ശുദ്ധിയോടുകൂടി അത് ഭഗവാനെ ചാർത്തുക എന്നുള്ളത്, അത് ഭഗവാനെ മുഴുവനായിട്ട് ചന്ദനം കൊണ്ട് മുഴുക്കാപ്പ് ചാർത്തി 4 ദിവസത്തെ മുഴുക്കാപ്പ് ചാർത്തലുണ്ട്. അപ്പോൾ അതിലെ പുണർവ് നാളിലെ മുഴുക്കാപ്പ് ചാർത്തി തുടങ്ങുന്നത് അമ്മ തന്നെ വേണമെന്നാണ് ഒരു പണ്ട് മുതലുള്ള ഒരു കീഴ്പ്പതിവ്. അപ്പോൾ പുണർവ് നാളിൽ അമ്മയാണ് ചാർത്തുന്നത്, അന്നാണ് മുഴുക്കാപ്പ് പൂർത്തിയാകുകയും. അപ്പോൾ അങ്ങനെ രോഹിണി നാൾ മുതൽ 4 ദിവസത്തെ ഒരു മുഴുക്കാപ്പ് ചാർത്തൽ ചടങ്ങുണ്ട്. അതിനുശേഷം പൂയം നാളിൽ വിശേഷാൽ ചതുശ്രവ നിവേദ്യത്തോടുകൂടി ആണ് അമ്മയുടെ പൂയം നാളിലെ പൂജ, അല്ലെങ്കിൽ അമ്മയുടെ ആ 12 ദിവസത്തെ പൂജ അവസാനിക്കുന്ന ദിവസം പൂയത്തിൻ്റെ അന്നാണ്. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം 12 ദിവസമായിട്ട് അമ്മ തുടരുന്ന പൂജ പൂർത്തിയാകുന്ന ദിവസം വളരെ കൃത്യമായിട്ട് തന്നെ ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള ഏറ്റവും നല്ല ഒരു ദിവസമാണ്. കാരണം അമ്മയുടെ പൂജകൾ കൊണ്ട് സംപ്രീതനായിരിക്കുന്ന ഭഗവാനെ കാണുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണെന്ന്. പൂയം ദർശനം എന്ന് പറയുമ്പോൾ പൂയം തൊഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ടാണ് ഭക്തർ കാണുന്നത്. അതുകൊണ്ട് പൂയം തൊഴിലിനും നിരവധിയായ ഭക്തർ ഇവിടെ ദർശനത്തിനായിട്ട് വരും. പിറ്റേ ദിവസമാണ് ഭഗവാന്റെ പിറന്നാളായ ആയില്യം. പിന്നെ രാവിലെ തന്നെ വെളുപ്പിന് 4 മണിക്ക് നട തുറന്ന് നിർമ്മാല്യം കഴിഞ്ഞാൽ പിന്നെ കാരണവരുടെ നേതൃത്വത്തിലായിരിക്കും പൂജകൾ നടക്കുന്നത്. അങ്ങനെ ആ പൂജകൾ പൂർത്തിയായി ശേഷം കാരണവരെ ആയില്യം പൂജയ്ക്കുള്ള കളം, അത് തെക്കേ തളത്തിലാണ്, ഇല്ലത്ത് തെക്കേ തളത്തിൽ അവിടെ കളം വരയ്ക്കും. ആ കളം വരച്ച് പത്മമെല്ലാം പൂർത്തിയാക്കി വിഗ്രഹമെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അമ്മ കുളിച്ച് അമ്പലത്തിലെത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് നാഗരാജാവിനെ, സർപ്പേക്ഷനെയും നാഗചാമുണ്ടിയെയും നാഗേക്ഷിയെയും അവിടെ നിന്നും എഴുന്നള്ളിച്ച് ഇല്ലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ആയില്യം പൂജ നടത്തുന്നു. അപ്പോൾ അങ്ങനെ ആയില്യം പൂജയ്ക്ക് ശേഷം കട്ടിൽ നൂറുംപാൽ എന്ന് പറയുന്ന ആകാശവാസികളായിട്ടുള്ള സർപ്പങ്ങളെ ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു നൂറുംപാൽ തർപ്പമാണ്. മഞ്ഞൾ വെള്ളി ഉരുളി കൊണ്ട് തർപ്പിക്കുക, പൂക്കലയും ചേർത്ത് തർപ്പിക്കുന്ന ആ ഒരു സവിശേഷ ചടങ്ങാണ് തട്ടിന്മേൽ നൂറുംപാൽ എന്നാണ് അതിന് പറയുന്നത്. അത് കന്നി തുലാമാസങ്ങളിൽ മാത്രമുള്ള ഒരു വഴിപാടാണ്. അത് അമ്മയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് കുടുംബത്തിലെ കാരണവരാണ് അത് ചെയ്യുന്നത്. അതും കൂടി കഴിയുമ്പോഴാണ് ആയില്യത്തിൻ്റെ പ്രധാന ചടങ്ങുകളെല്ലാം പൂർത്തിയാകുന്നത്. പിന്നീട് അമ്മ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങി ോടുകൂടിയാണ് ആയില്യത്തിൻ്റെ പൂജകൾ, ആയില്യം പൂജകൾ എന്നുള്ള നിലയിൽ പൂർണ്ണമാകുന്നത്.